കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എത്ര ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്? 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. ഒന്ന് റിവൈൻഡ് ചെയ്തിട്ട് പതുക്കെ കിടക്കും. എത്ര ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസാ? 4 ടൈപ്പ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. ഏതൊക്കെയാണ്? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, elevation of boiling point, depression of freezing point, osmotic pressure. In the relative lowering of vapor pressure, when we add non-volatile solute to a pure solvent, its vapor pressure decreases. അതാണ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. അതിനെ നമ്മൾ ഒറിജിനൽ വേപ്പർ പ്രഷർ കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയി. എന്തായി? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ആയി. പിന്നെ രണ്ടാമത്തെ എന്തായിരുന്നു? elevation of MBയുടെ equation. MBയുടെ equation എന്താ? MB equal to WB into MB അല്ല MA into P0A all divided by WA into P0A minus PA. പിന്നെ അതിന് ശേഷം നമ്മൾ കണ്ട എന്തായിരുന്നു? elevation of boiling point. എന്താ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ത് ചെയ്യാണ് ചെയ്യുന്നത്? സൊല്യൂഷന്റെ കൂടുതലാണ് അല്ലെ. T0B greater than TB greater than T0B. സമയത്തിന് എത്ര കേട്ടോ? നമ്മളൊക്കെ കറക്റ്റ് എഴുതാൻ എത്ര കേട്ടോ? നാളെ മുതൽ അവിടെ ആയുഷ് സമയത്തിന് വരണം കേട്ടോ. ഓക്കെ, TB greater than T0B അല്ലെ. ഡെൽറ്റ TB എന്താണ്? TB മൈനസ് T0B. അതിനെയാണ് നമ്മൾ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുന്നത്. എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് അല്ലെ. ആണോടാ മക്കളെ? പിന്നെ കണ്ട എന്തായിരുന്നു? MB കാണാനുള്ള ഇക്വേഷൻ. MB കാണാനുള്ള ഇക്വേഷൻ എന്താ? KB into WB into 1000 divided by delta TB into WA in gram. അപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരുന്നു? ബോയിലിംഗ് പോയിന്റ് ആയിട്ട് ബന്ധപ്പെട്ട് മലയുടെ മുകളിൽ പോകുമ്പോൾ തിളച്ച വെള്ളത്തിൽ നമുക്ക് എന്തിടാം? കൈയിട്ടാലും പരിക്കൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അല്ലെ നമ്മള്. പിന്നെ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്തായിരുന്നു? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്യുമ്പോൾ ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യാണ് ചെയ്യുക? കുറയാണ് ചെയ്യുക. ഫ്രീസിംഗ് പോയിന്റ് എന്ത് ചെയ്യാണ് ചെയ്യുക? കുറയാണ് ചെയ്യുക അല്ലേ. അപ്പോ ഡെൽറ്റ TF ഏതാ വലുത്? സൊല്യൂഷന്റെ ആണോ പ്യുവർ സോൾവെന്റിന്റെ ആണോ വലുത്? എപ്പോഴൊക്കെ വരുന്ന മേഘ സമയം എന്തായി? 20 ആയില്ലോ. എന്ത് സൈക്കിള് കൈ നോക്കട്ടെ ചെയ്തിട്ട്. ഇതാണെങ്കിൽ ഓയിലൊന്നും ആയിട്ടില്ലല്ലോ. അടുത്തുള്ള ആള് ശരിക്കുന്ന പിന്നെ എങ്ങനെ ശരിക്കേ? ആര്? അടുത്തുള്ള ഞാൻ ശരിക്ക്. നീ കൈ വെച്ച് നോക്കിയല്ലേ? ഇപ്പൊ സത്യം തന്നെയാണോ? അവിടെ സമയത്തിന് വരണം കേട്ടാ. നാളെ മുതൽ കറക്റ്റ് 7:15 എത്തണം കേട്ടാ. അടുത്ത ക്ലാസ് മുതൽ എല്ലാവരും. അല്ലെങ്കിൽ ഒരു 1/2 മണിക്കൂർ പുറകിലൊന്നും കിട്ടിയാലും കേട്ടാ. അത് പിന്നെ ശീലാക്കി പിന്നെ അത് തള്ളി കൊണ്ടുപോകും. 7:15 ആവും. പിന്നെ 7:30 ആക്കും. നാളെ മുതൽ നിർബന്ധമായിട്ട് എത്ര മണിക്ക് എത്തുക? 7:15 16 ഒന്നും കുഴപ്പമില്ല. 7:20 ഒന്നും ആക്കല്ലേ കേട്ടാ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ എന്ത് ചെയ്യുക? എല്ലാവരും എത്തണം കേട്ടോ. ശ്രദ്ധിക്കുക. അപ്പോ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് അല്ലെ. ഡെൽറ്റ TF. MBയുടെ ഇക്വേഷൻ പറഞ്ഞ MB equal to KF into WB into 1000 divided by delta TF into WA in gram. അപ്ലിക്കേഷൻസ് കുറച്ച് പറഞ്ഞിരുന്നു അല്ലെ. ഡിപ്രഷൻ ഫ്രീസിംഗ് പോയിന്റിൽ ആന്റി ഫ്രീസ് സൊല്യൂഷൻസും പിന്നെ റോഡുകളിൽ നമ്മൾ എന്ത് വെതറുക? ഐസ് വെതറുക. ഐസല്ല, ഐസിലേക്ക് എന്ത് വെതറും? സോൾട്ട് വെതറും അല്ലെ. അപ്പോ ഡിപ് ഫ്രീസിംഗ് പോയിന്റ് കുറയുന്നത് കൊണ്ട് അത് ഉരുകി മെൽറ്റായിട്ട് പൊക്കോളും എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് അല്ലെ. പിന്നെ കണ്ട എന്തായിരുന്നു? ഓസ്മോട്ടിക് പ്രഷർ. എന്താ ഓസ്മോസിസ്? The spontaneous flow of solvent molecules from low concentration to high concentration അല്ല, high to low അല്ലേ. high concentration side to low to high ആണ്. low to high ആണ്. low concentration side to high concentration side when they are separated by a semi permeable membrane. തിരിച്ചാണെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ് അല്ലേ. എന്താ ഓസ്മോട്ടിക് പ്രഷർ? It is the minimum excess pressure applied on the solution side to just prevent the osmosis. പിന്നെ MB കാണാനുള്ള ഇക്വേഷൻ കണ്ടു അല്ലെ. MB equal to എന്തായിരുന്നു? WB into RT divided by pi into V in milli 1000 ഉണ്ട് അല്ലെ. അടിയിലപ്പോ വോളിയം ഇൻ മില്ലി ലിറ്റർ. പിന്നെ കണ്ടത് എന്തായിരുന്നു? ഓസ്മോട്ടിക് പ്രഷറായിട്ട് ബന്ധപ്പെട്ട് ധാരാളം അപ്ലിക്കേഷൻസ് പറഞ്ഞിരുന്നു അല്ലെ. ചെടിയുടെ വേര് വെള്ളം വെച്ചെടുക്കുക. ചെടിയുടെ വേരിൽ കൂടുതൽ വളം ഇട്ട് കഴിഞ്ഞാൽ ചെടി ഉണങ്ങി പോകും.
ഉണക്കമുന്തിരി പോലെയുള്ള സാധനങ്ങൾ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ എന്താണ് സ്വെല്ലാവും അല്ലെ. എഗ് ഷെല്ല് ഔട്ടർ ഷെല്ല് പൊടിച്ചിട്ട് ഉപ്പുവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഷ്രിങ്ക് ആവും, പച്ചവെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ സ്വെല്ലാവും. ഇൻട്രാവെനസ് ഇഞ്ചക്ഷൻസ് 0.91% സൊല്യൂഷൻസിലാണ് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യേണ്ടത്. കാരണം എന്താ, ഇറ്റ് ഈസ് ഐസോട്ടോണിക് വിത്ത് ബ്ലഡ്. എന്താ ഐസോട്ടോണിക്? ടു സൊല്യൂഷൻസ് ഹാവിംഗ് ദ സെയിം ഓസ്മോട്ടിക് പ്രഷർ. ഹൈപ്പർട്ടോണിക് ഉണ്ട്, ഹൈപ്പോട്ടോണിക് ഉണ്ട്. എന്താ ഹൈപ്പർട്ടോണിക്? ഇൻ ടു സൊല്യൂഷൻസ് കൂടുതൽ ഓസ്മോട്ടിക് പ്രഷർ ഉള്ളതിനെ ഹൈപ്പർട്ടോണിക് എന്നും കുറവുള്ളതിനെ ഹൈപ്പോട്ടോണിക് എന്നും നമ്മൾ പറയും. പിന്നെ കണ്ട അപ്ലിക്കേഷൻസ് എന്തായിരുന്നു? ഈ ഇറച്ചി നമ്മള് അല്ലെ ഉപ്പ് തേച്ച് വയ്ക്കുന്നു, ഫുഡ് അച്ചാറിലൊക്കെ ഉപ്പിട്ട് വയ്ക്കുന്നു. ഇതൊക്കെ എന്തിനാണ്? പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്നത് അല്ലെ, വർക്ക് ചെയ്യുന്നത് ഇങ്ങനെയാണ്. പിന്നെ നമ്മൾ കണ്ടത് എന്തായിരുന്നു? പിന്നെ നമ്മൾ കണ്ടത് ഈ പാർട്ടിക്കിൾസിന്റെ എണ്ണത്തില് വരുന്ന വേരിയേഷൻ ആണ്. അതായത് നമ്മൾ ഈ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻസ് അനലൈസ് ചെയ്ത സമയത്ത് നമ്മൾ കണ്ടതാണ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും എന്താണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ് അല്ലെ. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയും തോറും മോളിക്കുലാർ മാസ് എന്താണ്? കൂടും. പക്ഷെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി നമ്പർ ഓഫ് പാർട്ടിക്കിൾസിനോട് എന്താണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണലാണ്. അവിടെ സംഭവിച്ചത് എന്താണ്? അവിടെ സംഭവിച്ചത് ഫസ്റ്റ് കേസ് അസോസിയേഷൻ ആണ് അല്ലെ. അതായത് നമ്മൾ 10 പാർട്ടിക്കിൾ എണ്ണിയിട്ടാണ് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ടത്. പക്ഷെ അവർ പരസ്പരം അസോസിയേറ്റ് ചെയ്തിട്ട് അത് എത്രണ്ണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്? 5 എണ്ണായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അത് 2 എണ്ണം എത്രണ്ണായിട്ട് മാറുന്നു? 1 എണ്ണായിട്ടാണ് സൊല്യൂഷനിൽ ആക്ട് ചെയ്തത്. ഇതിനെയാണ് അസോസിയേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം എന്താണ്? കുറഞ്ഞു. കാരണം 10 എന്നുള്ള കൗണ്ട് അവിടെ ചെന്നപ്പോ എത്രയേ ഉള്ളൂ? 5 എന്ന് പറയുന്ന കൗണ്ടേ ഉള്ളൂ. എന്തുകൊണ്ടാ? 2 molecules അസോസിയേറ്റ് ഈച്ച് അതർ ആണോടാ. അങ്ങനെ അസോസിയേറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിച്ചത്? നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം പറയേ നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും കുറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയടാ, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുമ്പോൾ നമുക്ക് കിട്ടുന്ന മോളിക്കുലാർ മാസ് എന്തായിരിക്കും? അതിന്റെ യഥാർത്ഥ വാല്യൂവിനേക്കാളും കൂടുതലായിരിക്കും അല്ലെ. ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്, ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്, അതായത് നമ്മൾ ഒബ്സർവ് ചെയ്ത മോളിക്കുലാർ മാസ് ഗ്രേറ്റർ ദാൻ എന്താണ്? നോർമൽ മോളിക്കുലാർ മാസ്. എപ്പോഴൊക്കെ വരണേ? ഇതെന്തത് കുർബാന ഉണ്ടായിരുന്ന 7 കല്ല് വരണം കേട്ടോ. സമയം എന്തായി? 7:30 ആയില്ലോ. 7:25 എന്ത്? അത് കുർബാന ഉണ്ടെങ്കിൽ നേരം വൈകിക്കോ, കുഴപ്പമില്ല. എന്താ വെച്ചാൽ മതി. മാഷ ഇന്ന് കുർബാന ഉള്ള കാരണം 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വരല്ലോ എന്ന് പറയാം. അത്രേ ഉള്ളൂ കാര്യം. സമയത്തിന് വരണം കേട്ടോ, അല്ലാണ്ട് പറ്റില്ല കേട്ടോ. നിന്ന് കൂടി ഇരിക്കും. ഇങ്ങോട്ട് ഇങ്ങനെ കയറിയിരുന്നേ, ഫ്രണ്ടിലേക്ക് കയറിയിരുന്നേ, ഇങ്ങോട്ട് ഇരിക്കും. ഇരുന്നോ? കയറിയിരിക്കുക. പുതിയ ആളെടുത്ത് വന്നിരുന്നു. അവളുടെ പേരെന്താ പറഞ്ഞേ? ലെവിന. ലെവിനെ അടുത്ത് വന്നിരുന്നേ. ലെവിനിക്കിനെ അടുത്ത പറഞ്ഞോട്ട് നോക്കാട്ടോ. ഇതിപ്പോ കഴിഞ്ഞു വന്നിട്ട് സമയത്തിന് എത്തട്ടോ. എത്ര പറയല്ലേ, കഴിഞ്ഞ പോലും പറഞ്ഞു പറഞ്ഞത് വയ്യാണ്ടായി. സമയത്തിന് എത്തുക. സമയത്തിന് എത്താൻ പറ്റിയില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. നിങ്ങളിപ്പോ ഉറക്കത്തിൽ പെട്ടു അല്ലേ? ലക്ഷ്മി ഉറക്കത്തിൽ പെട്ടു. അപ്പൊ എന്ത് ചെയ്യാ? അമ്മയുടെ അടുത്തൊരു വോയിസ് ഇടാൻ പറയാം. പക്ഷെ ഉറങ്ങിപ്പോയി, 10 മിനിറ്റ് വൈകിട്ട് അതുള്ളൂ. നോ പ്രോബ്ലം, ഒരു പ്രശ്നമില്ല. പറഞ്ഞോ, മനസ്സിലായ? ചുമ്മാ നേരം വൈകിട്ട് കയറി വരരുത്, അത് ശരിയായിട്ടുള്ള രീതിയല്ലല്ലോ. അപ്പൊ ഒരു മര്യാദ എന്ത് ചെയ്യുക? കാണിക്കുക. ഉറക്കത്തിൽ പെടും. ചിലപ്പോ ഞാൻ ഉറക്കത്തിൽ പെടും, പറയാൻ പറ്റില്ല. അപ്പൊ അത് സ്വാഭാവികമാണ്, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. അത് പറയണം. അപ്പൊ ഞാൻ ഉറക്കത്തിൽ പെട്ടു, ഞാൻ എന്നിട്ട് പറയണം, ഞാനൊരു 6-7 മണിക്കല്ല, അല്ലെങ്കിൽ 6:40 ക്ലാസ് പറഞ്ഞു. പക്ഷെ ഏറ്റപ്പോ 6:15 അല്ലെങ്കിൽ 6 മണിയായി, പെട്ടെന്ന് ലേറ്റ് ആയി. അപ്പൊ പെട്ടെന്ന് ഗ്രൂപ്പ് ഞാൻ 10 മിനിറ്റ് എന്താണ് വൈകും. എല്ലാവരും അവിടെ എന്ത് ചെയ്യാൻ? ഒന്ന് വെയിറ്റ് ചെയ്യാൻ. അപ്പൊ പറയണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. പ്രാവശ്യം അങ്ങനെ ഉണ്ടായിരുന്നോളൂ ക്ലാസ്. കഴിഞ്ഞ അങ്ങനെ ഉണ്ടായി. സ്വാഭാവികമാണ്. ഇടയ്ക്ക് ഞാൻ കുഴപ്പമില്ല. സ്ഥിരമാക്കരുത്, മനസ്സിലായ? സ്ഥിരമാക്കരുത്. ചിലപ്പോ സായൻ വന്നിട്ടില്ലല്ലോ, ചിലപ്പോ പറയാൻ പറ്റില്ല. ശീലാക്കരുത്, മനസ്സിലായോ? ഇടയ്ക്കൊക്കെ നേരം വൈകിട്ട് കുഴപ്പമില്ല. ഒരു വോയിസ് ഇടാം. പിന്നെ 2 മിനിറ്റ് 3 മിനിറ്റ് വൈകിക്കൊണ്ടൊന്നും എന്താണ് പ്രശ്നം? 2-3 മിനിറ്റ് എത്രയാക്കും? അതാണ് പിന്നെ പ്രശ്നമില്ലേ. 2-3 വൈകണത് പിന്നെ എത്രയാക്കും? 5-6 മിനിറ്റ് ആക്കും, പിന്നെ 7-8 മിനിറ്റ് ആക്കും. അതേ വരുന്നുള്ള അടുത്താണ്. ഞാൻ പായോ ക്ലാസ് കഴിഞ്ഞ് പോവാറായി. ആനന്ദപത്രിയുടെ ബെഞ്ചിലിരിക്കുന്നേ, ജോലി വെച്ചിരുന്നോ? എന്നാ അവിടെ ഇരുന്നോ? ഇതിലൊക്കെ ഇരിക്കും. ആളെ മനസ്സിലാക്കി അവൾക്ക്. അത് കാരണം എന്താ വയ്യേ പറഞ്ഞേ? ചിരിക്ക്. എന്താ വയ്യേ? അമ്മ വായിച്ചിട്ടുണ്ട്. അവളുടെ പരിപാടി കഴിഞ്ഞു. അവള് ക്ലിയർ. അവള് കഴിഞ്ഞോട്ട് കാര്യങ്ങളൊക്കെ ഓർമ്മിച്ച ആള്. എന്താ വയ്യ? കാരണം ഉണ്ടാവില്ലേ? ഉറക്കത്തിൽ വിട്ടു. കണ്ടപ്പോ പറഞ്ഞുള്ളൂ. അവന് പരിപാടി കഴിഞ്ഞു. അമ്മ വായിച്ചിട്ട് നമ്മൾ ചർച്ച ചെയ്യണ വേണ്ട. നേരം വൈകി വരുമ്പോഴും
അതുപോലെ മുടങ്ങുമ്പോഴൊക്കെ നിർബന്ധമായിട്ട് വോയിസ് അയക്കാൻ പറയണം. അതുകൊണ്ടാണ്. ഇങ്ങോട്ട് വരും, തട്ടിമുട്ടി നിൽക്കും, മനസ്സിലായ? എന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് മതി, തട്ടിമുട്ടി നിന്ന് പിന്നെ ഇങ്ങോട്ട് എത്തി. അപ്പൊ ആ എല്ലാ ദിവസം ലേറ്റ് ആകുമ്പോൾ പിന്നെ ബുദ്ധിമുട്ടാണ്. മുടങ്ങുമ്പോൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം വോയിസ്. ഇന്നലെ മുടങ്ങിയവരൊക്കെ നീട്ടുന്നേ, ഇന്നലെ വരാത്തവരുണ്ടായില്ലേ? ആയിഷ ശിവ വരുന്നു പറഞ്ഞിരുന്നു. ബാക്കിയല്ലേ ഇപ്പൊ പറഞ്ഞോളോ, അല്ലെങ്കിൽ അറിയില്ല, മാഷ അറിയില്ല. ഞാൻ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ പണ്ടത്തെ? പറഞ്ഞിട്ടല്ലോ. ഇവിടുന്ന് വേറെ ഒന്നുമില്ല, ട്യൂഷനാകുന്നുണ്ട് ഇങ്ങോട്ട് വരും, എന്നിട്ട് എന്താ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ട്. കോളൊക്കെ എന്ത് ചെയ്യുക, ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക, ഇവിടെ വിളിക്കാണ്ടിരിക്കാനേ. അപ്പൊ എന്താ പ്രശ്നം വെച്ചാൽ നിങ്ങള് അങ്ങോട്ട് പോകുമ്പോ മാഷിന്റെ അടുത്ത് വന്ന് ചോദിക്കും, മാഷ ഇവിടെ ട്യൂഷൻ വന്നില്ലേ ചോദിക്കില്ലേ? അങ്ങനെ 2-3 ദിവസമൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, ബുദ്ധിമുട്ടായി. അപ്പൊ അതുകൊണ്ടാണ് എന്ത് ചെയ്യണം, മുടങ്ങി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് എന്തായിക്കുക, ഒരു വോയിസ് അയക്കുക. നേരം വൈകാൻ സാധ്യത ഉണ്ടെങ്കിൽ ഒരു വോയിസ് ഇല്ല. പക്ഷെ നേരം വൈകുന്നു പറഞ്ഞാലും മതി, കുഴപ്പമില്ല. അപ്പൊ ഇതുപോലെ ഇവിടെ വന്നിട്ട് പറഞ്ഞാൽ മതി, വോയിസ് ഇട്ടിട്ടാണ്. ഞാൻ കേൾക്കാറും കൂടി ഇല്ല, ഇട്ടാ മതി. എന്നിട്ടാ മതി, ആളറിഞ്ഞിട്ടുണ്ടല്ലോ നേരം. എല്ലാ ദിവസവും ഇടുമ്പോ പിന്നെ വീട്ടുകാർ സമ്മതിക്കില്ല നേരം വൈകി. അതുകൊണ്ടാണ്. ഓക്കെ, തിരിച്ചു വരിക. അപ്പൊ എന്താ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം, അസോസിയേഷൻ നടക്കുമ്പോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം കുറഞ്ഞു. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ മെഷർമെന്റ് കുറയും. മോളിക്കുലാർ മാസ്, അപ്പൊ നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന മോളിക്കുലാർ മാസ് അതിന്റെ യഥാർത്ഥ മോളിക്കുലാർ മാസിനേക്കാളും എന്തായിരിക്കും, കൂടുതലായിരിക്കും. അതേസമയം അപ്പൊ പിന്നെ നമ്മൾ മെഷർ ചെയ്യുന്ന കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി യഥാർത്ഥ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനേക്കാൾ എന്തായിരിക്കും, കുറവായിരിക്കും. ശരിയല്ലേ? ഇനി ഡിസോസിയേഷനിൽ എന്താ സംഭവിക്കുന്നത്? ഒരു പാർട്ടിക്കിള് എത്ര പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യണേ? 2 പാർട്ടിക്കിളായിട്ട് ആക്ട് ചെയ്യുന്നത് അല്ലെ? ഒരു NaCl എത്ര Na+ഉം ഒരു Cl- ആയിട്ട് മാറുകയാണ് അല്ലെ? 1 particle dissociate into 2 particles. കറക്റ്റ് അല്ലേ? അങ്ങനെ വരുമ്പോ എന്താ സംഭവിക്കുക? അങ്ങനെ വരുമ്പോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസിന്റെ എണ്ണം എഫക്റ്റീവ്ലി പറയേ കൂടോ കുറയോ? കൂടും. നമ്മളെന്തെല്ലാം എഴുതി, എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾ ഇൻക്രീസസ്. ശരിയല്ലേ? എല്ലാവരും കറക്റ്റ് അല്ലേ? എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എന്താണ്? ഇൻക്രീസസ്. അപ്പൊ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ വാല്യൂ അതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. അപ്പൊ മോളിക്കുലാർ മാസ് കുറയും. അപ്പൊ നമ്മുടെ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്, നമ്മൾ മെഷർ ചെയ്തെടുക്കുന്ന മോളിക്കുലാർ മാസ് അതിന്റെ യഥാർത്ഥ മോളിക്കുലാർ മാസിനേക്കാളും കുറവായിരിക്കും. കണ്ടോ? ഒബ്സർവ് ചെയ്ത കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി അവിടെ ഉണ്ടാവേണ്ട കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിനേക്കാൾ എന്തായിരിക്കും, കൂടുതലായിരിക്കും. ഡിസോസിയേഷൻ എഴുതിയോ? നമ്മൾ ഇന്നലെ ഡിസോസിയേഷൻ എഴുതി. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ചെയ്യാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ്. അപ്പൊ ശ്രദ്ധിക്കോ, അസോസിയേഷന്റെ കേസില് ബോർഡിൽ ശ്രദ്ധിക്കട്ട. അസോസിയേഷന്റെ കേസില് നമുക്ക് കിട്ടിയ വാല്യൂ 50 ആണ്. അസോസിയേഷന്റെ കേസിൽ നമ്മൾ മെഷർ ചെയ്ത മോളിക്കുലാർ മാസ് എത്രയാണ്? 50 ആണ് എന്ന് പറഞ്ഞേ. അസോസിയേഷന്റെ കേസിൽ എന്താ, നമുക്ക് മെഷർ ചെയ്ത, നമുക്ക് ഇക്വേഷൻ വെച്ച് ചെയ്ത മോളിക്കുലാർ മാസ് എത്രയാണ്? 50. ഇതിന്റെ ശരിക്കുള്ള വാല്യൂ എത്രയായിരിക്കും? അസോസിയേഷൻ ശരിക്കുള്ള വാല്യൂ എത്രയായിരിക്കും? കുറവായിരിക്കും. എത്രയായിരിക്കും പറയാൻ പറ്റും? 25. കാരണം 2 പേരുടെ വെയിറ്റ് ആണ് എത്ര? 50. അപ്പൊ ഒരാളുടെ വെയിറ്റ് ശരിക്കും എത്രയായിരിക്കും? 25. അപ്പൊ ഇത് നമുക്ക് ഇക്വേഷൻ പ്രകാരം കിട്ടിയതാണ് അല്ലെ? ഇത് ഇക്വേഷൻ പ്രകാരം കിട്ടിയതാണ്. ഇത് ശരിക്കുള്ളത് എത്രയാണ്? 25. അപ്പൊ നമുക്കൊരു ഉത്തരം കിട്ടും. എത്രയാ? 2. 50നെ ഞാൻ 25 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ എത്രയാ? 2. എതിർപ്പുണ്ടാ? ശ്രദ്ധിക്കട്ടോ. ഈ 50 എന്ന് പറയുന്നത് എന്താണ്? ഒബ്സർവ്ഡ് പറയേ. 50 എന്താ? ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. 25 അതിന്റെ ശരിക്കുമുള്ള മോളിക്കുലാർ മാസ്. 25 എന്താ? അതിന്റെ ശരിക്കുള്ള മോളിക്കുലാർ മാസ്, അതായത് നോർമൽ മോളിക്കുലാർ മാസ്. അത് ചെയ്യുമ്പോഴാണ് മാഷിന് എത്ര കിട്ടിയത്? ഉറക്കെ പറയണ്ട. 2 കിട്ടിയത്. അതിനെ വിളിക്കുന്ന പേരാണ് ഐ. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ. കുഴപ്പമില്ലല്ലോ. ആ റേഷ്യോനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐ. അത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ടേംസിലും പറയാട്ടോ. വാൻ ഹോഫ് ഫാക്ടർ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്ത് എടുക്കണം. എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി? 2 കൊണ്ട് ഡിവൈഡ് ചെയ്തെടുത്താൽ മതി. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, ബോർഡിലുള്ളത് മാറ്റട്ടെ. ബോർഡിലുള്ളത് കംപ്ലീറ്റ് മാറ്റിയിട്ട് ഇതുവരെയുള്ള കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് കരുതണം. ഈ വാൻ ഹോഫ് ഫാക്ടറോടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. അപ്പൊ അത് ശരി. ശ്രദ്ധിക്കുക, MP
MP ഒരു ക്വാളിറ്റി പ്രോപ്പർട്ടി ഉപയോഗിച്ചുള്ളത് മാഷ് എഴുതുന്നുണ്ട് 1000 ഡെൽറ്റ TF ഇൻറ്റു WA. ഇത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എത്രയാ? 50. ഈ 50 ശരിയാണോ തെറ്റാണോ? ഈ 50 എന്താ? അസോസിയേഷൻ ആണ് സംസാരിക്കുന്നത് കേട്ടോ. എന്താ സംസാരിക്കണേ? അസോസിയേഷൻ. ഈ 50 ശരിയാണോ തെറ്റാണോ? തെറ്റ്. ഈ ഇക്വേഷൻ പ്രകാരം നമ്മൾ കണ്ടുപിടിച്ച ഈ 50 എന്ന് പറയുന്ന ഉത്തരം എന്താണ്? തെറ്റാണ്. അത് എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? 2 എണ്ണത്തിന്റെ വെയിറ്റ് ആണ്. എത്ര എണ്ണത്തിന്റെ വെയിറ്റാ? 2 എണ്ണത്തിന്റെ വെയിറ്റ്. അപ്പൊ ഇതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കറക്റ്റ് ആവണമെങ്കിൽ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ശരിയല്ലേ? അപ്പൊ അല്ലല്ലോ 50 × 1/2 എത്ര ഉത്തരം? 25. അപ്പൊ ഒരു സൈഡിൽ മാത്രമേ നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റൂ? ഇല്ല. അപ്പൊ ഈ ഇക്വേഷനിൽ നിങ്ങൾ എന്ത് ആഡ് ചെയ്യണം? ഇൻറ്റു എത്ര? 1/2. അപ്പൊ ഈ ഇക്വേഷനിൽ ഇൻറ്റു 1/2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ഈ ഇക്വേഷനിൽ ഇൻറ്റു 1/2 ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം എന്തായിരിക്കും? ശരിയായിരിക്കും തെറ്റായിരിക്കും? ശരിയായിരിക്കും. കുഴപ്പമില്ലല്ലോ. ഈ 1/2നെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? I. അതായത് വാൻ ഹോഫ് ഫാക്ടർ. ഈ 1/2 നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? I. അല്ലെങ്കിൽ എന്താ? വാൻ ഹോഫ് ഫാക്ടർ. കുഴപ്പമില്ല. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക. പതുക്കെ ഡെവലപ്പ് ചെയ്യാൻ നമുക്ക്. അപ്പൊ MB = KB × WB × 1000 ഡിവൈഡഡ് ബൈ ഡെൽറ്റ TF × WA. അത് റോങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അതിനെ ശരിയാക്കണമെങ്കിൽ ഈ പറഞ്ഞ ഉദാഹരണത്തിൽ അതിനെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആ 1/2നെ വിളിച്ച പേരാണ് എന്ത്? I. അതിന്റെ പേരെന്താ? വാൻ ഹോഫ് ഫാക്ടർ. സോ വാൻ ഹോഫ് ഫാക്ടർ എന്താ? ഒരു കറക്റ്റിംഗ് മെഷർ ആണ് അല്ലെ? നമ്മുടെ ഇക്വേഷനെ ശരിയാക്കി തരുന്ന ഒരു സാധനമാണ്. ആണോ? അത് എല്ലാ കേസിലും 1/2 ആണോ? അല്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. 3 മോളിക്യൂൾ ചേർന്നിട്ടാണ് ഒരു മോളിക്യൂൾ ആയെന്ന് കരുതുക. എത്ര ചേർന്നിട്ടാ? 3 എണ്ണം ചേർന്നിട്ട് എത്ര എണ്ണായി? ഒരെണ്ണായി. അപ്പൊ എത്ര പേര് ഇവിടെ? 1/3. 1/3. ഈ I കാണാനുള്ള ഇക്വേഷൻ ആണ്. I കാണാനുള്ള ഇക്വേഷൻ നോർമൽ മോളിക്കുലാർ മാസ് ആണ് ചെയ്യുന്നത് കേട്ടോ. നോർമൽ മോളിക്കുലാർ മാസ് ഡിവൈഡഡ് ബൈ എന്താ? അബ്നോർമൽ അല്ലെങ്കിൽ അബ്നോർമൽ എഴുതാം, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. അബ്നോർമൽ മോളിക്കുലാർ മാസ്. അബ്നോർമൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ എന്താ? ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. ശ്രദ്ധിക്കുക. മോളിക്കുലാർ മാസ്, നോർമൽ മോളിക്കുലാർ മാസ് എത്രയാ? 25. അബ്നോർമൽ എത്രയാ? 50. അപ്പൊ ആൻസർ എത്രയാ? 1/2നെ ആ ഇക്വേഷനോട്ട് എന്ത് ചെയ്യാ? ജസ്റ്റ് എന്ത് ചെയ്യാ? മൾട്ടിപ്ലൈ ചെയ്യാ. അപ്പൊ നമുക്ക് എന്ത് ഉത്തരം കിട്ടും? ശരിയായിട്ടുള്ള ഉത്തരം കിട്ടും. കുഴപ്പമില്ലല്ലോ. അപ്പൊ ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? I. എന്ന് പറഞ്ഞാൽ എന്താ? വാൻ ഹോഫ് ഫാക്ടർ. നോർമൽ ബൈ അബ്നോർമൽ ആണ് കേട്ടോ. പിടിച്ചിട്ട് എഴുതിയത് പക്ഷെ ശ്രദ്ധിക്കുക. ഇനി അടുത്തൊരു പോയിന്റ് കൂടെ പറയാം. ഡിസോസിയേഷനില് നിങ്ങളൊന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച ഡിസോസിയേഷനില് വാട്ട് ഈസ് I? ഡിസോസിയേഷനിൽ ഐയുടെ വാല്യൂ എത്രയാണ് വരിക? ഫോർ NaCl നിങ്ങൾ ആലോചിച്ച് കണ്ടുപിടിച്ച് നിങ്ങളുടെ യുക്തി ഉപയോഗിക്കും. NaCl ആണ് സോൾട്ട്. ഡിസോസിയേഷൻ ആണ്. അപ്പൊ ഞാൻ മെഷർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ വാല്യൂ എത്രയാ? ഞാൻ മെഷർ ചെയ്തപ്പോ എനിക്ക് കിട്ടിയ വാല്യൂ 100. എന്ത് സംഭവിച്ചിട്ടുണ്ട് സൊല്യൂഷനിൽ? എന്ത് സംഭവിച്ചിട്ടുണ്ട്? ഡിസോസിയേഷൻ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ മെഷർ ചെയ്തപ്പോ കിട്ടിയ വാല്യൂ എത്രയാ? 100. ആലോചിച്ച് പറയും വാട്ട് ഈസ് I. ആലോചിച്ച് പറയാൻ കൂട്ടണ്ട, ഡിസ്കസ് ചെയ്തോ. വാട്ട് ഈസ് I? ഈ കേസിൽ കറക്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം? എത്ര കൊണ്ടാണ് 100 മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? അത്രയേ ഉള്ളൂ. ഡിസോസിയേഷൻ വെച്ചാൽ ഒരെണ്ണം രണ്ടെണ്ണമായിട്ടാണ് മാറുകയാണ് കേട്ടോ. ആലോചിച്ച് പറഞ്ഞു. എത്രയാ? 2 അല്ലേ? എന്തുകൊണ്ടാ? കാരണം ഡിസോസിയേഷൻ ആണ് അല്ലേ? NaCl ആണ് അല്ലേ? ഒരെണ്ണം എത്രണ്ണമായിട്ട് ആക്ട് ചെയ്താണ്? 2 എണ്ണമായിട്ട് ആക്ട് ചെയ്താണ്. അപ്പൊ 100 എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരെണ്ണത്തിന്റെ ഫുൾ വെയിറ്റ് ഉണ്ടാ. എത്ര വെയിറ്റേ ഉള്ളൂ? പകുതി വെയിറ്റേ ഉള്ളൂ. എത്ര വെയിറ്റേ ഉള്ളൂ? പകുതി വെയിറ്റേ ഉള്ളൂ. അപ്പൊ ഒരെണ്ണത്തിന്റെ ഫുൾ വെയിറ്റ് ആക്ച്വലി എത്രയായിരിക്കും? ഒരെണ്ണത്തിന്റെ ഫുൾ വെയിറ്റ് ആക്ച്വലി എത്രയായിരിക്കും? 200 ആയിരിക്കും. വാൻ ഹോഫ് ഫാക്ടർ കണ്ടോ? I എങ്ങനെയാണ്? നോർമൽ മോളിക്കുലാർ മാസ്. ഇതിൽ ഏതാ നോർമൽ? 100 ആണോ 200 ആണോ? നമുക്ക് കിട്ടിയിട്ടുള്ള തെറ്റായിട്ടുള്ള വാല്യൂ ആണ് അല്ലെ? ഡിസോസിയേഷൻ 2 എണ്ണം ആയതുകൊണ്ടാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ നമ്മൾ നോർമൽ എടുക്കുന്നത്. അപ്പൊ 200 ബൈ എത്ര? 100. അപ്പൊ എത്രയാ? 2.
അപ്പൊ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട് ഇക്വേഷനെ? 2 ഉണ്ട്. അപ്പൊ ഡിസോസിയേഷൻ വരുമ്പോ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ഉണ്ട്? 2 ഉണ്ട്. അസോസിയേഷൻ ആണെങ്കിൽ എന്താ ചെയ്തേ? ഇൻറ്റു 1/2. കിട്ടിയോ? ഇൻറ്റു എത്രയാ? 1/2. ഡിസോസിയേഷനും അസോസിയേഷനും. അടുത്ത് ചോദിക്കട്ടെ, Al2Cl3 ഇത് വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ 2Al3 പ്ലസും 2Al3 പ്ലസും 3Cl മൈനസോ അസോസിയേഷൻ ആണോ ഡിസോസിയേഷൻ ആണോ? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് I? അത്രേ പറഞ്ഞു. ആലോചിച്ച് പറഞ്ഞ ആൾക്കാർ കൂട്ടണ്ട. ഏതാ വാല്യൂ ഓഫ് I? I എത്ര? I എത്രയാ? ആലോചിച്ച് പറയും. I എത്രയാ? ഞാൻ വെറുതെ ഒരു വാല്യൂ പറയാം. ഞാൻ മെഷർ ചെയ്ത വാല്യൂ 100 ആണ്. അപ്പൊ ഒറിജിനൽ വാല്യൂ എത്രയായിരിക്കും? എങ്ങനെ 200 ആണ്? ശ്രദ്ധിക്കൂ. ഇവിടെ എന്തുകൊണ്ടാണ് 200 ആക്കിയേ? ഒരു പാർട്ടിക്കിള് രണ്ടെണ്ണമായിട്ടാണ്. അപ്പൊ നമുക്ക് കിട്ടുന്ന വാല്യൂ 100 എന്ന് പറഞ്ഞ ഒരെണ്ണത്തില്ല. അപ്പൊ രണ്ടെണ്ണം വെച്ചാലാണ് ഒരെണ്ണാവുള്ളൂ. അപ്പൊ എത്രയാ പറയും? എത്രയാ? 500. എന്തുകൊണ്ടാണ് 500? ഇത് ഇവിടെ ഒരു പാർട്ടിക്കിൾ എത്ര പാർട്ടിക്കിളാ? 2 അലുമിനിയം അയോണും 3 Cl-ഉം. എത്ര പാർട്ടിക്കിളായിട്ടാ സ്പ്ലിറ്റ് ആവണേ? 5 എണ്ണമായിട്ടാ സ്പ്ലിറ്റ് ആവണം. അപ്പൊ എനിക്ക് കിട്ടിയത് 100 ആണ്. അപ്പൊ അതിന്റെ ഒറിജിനൽ വാല്യൂ എത്രയായിരിക്കും? 500 ആ. അപ്പൊ I എത്ര വരിക? 5 ആണ് വരിക അല്ലെ? I എത്ര വരിക? 5. അപ്പൊ ഓരോ സോൾട്ട് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? അസോസിയേഷനും ഡിസോസിയേഷനും മാറുന്നതനുസരിച്ച് എന്ത് മാറും? ഐയുടെ വാല്യൂ മാറും. പിന്നെ സോൾട്ടിന്റെ അയണൈസേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എന്ത് മാറും? ഐയുടെ വാല്യൂ മാറും. ഫോർ എക്സാമ്പിൾ ഒരു കേസ് കൂടെ പരിശോധിക്കാം. KCl ഐയുടെ വാല്യൂ എത്രയാ? KCl ഐയുടെ വാല്യൂ എത്രയായിരിക്കും? മാൻഹോഫ് ഫാക്ടർ എത്രയായിരിക്കും? പറയേ. NaCl എത്രയാ? NaCl എത്രയാ? KCl എത്രയാ? അവിടെ ഒരു പാർട്ടിക്കിൾ എത്ര ആയിട്ടാ മാറുന്നത്? 2 പാർട്ടിക്കിൾ ആയിട്ടല്ലേ മാറുന്നത്. അപ്പോ കിട്ടുന്ന വാല്യൂ എത്ര കൊണ്ട് ചെയ്യേണ്ടി വരും? 2 കൊണ്ട് ചെയ്യേണ്ടി വരും. എന്നാലേ കറക്റ്റ് വെയിറ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി വേറൊരു ഉദാഹരണം കൂടെ നോക്കാം. അതായത് ഞാനൊരു 3 പാർട്ടിക്കിള് ഇത് എത്ര പാർട്ടിക്കിളാ? 3 പാർട്ടിക്കിൾ ഞാൻ വെള്ളത്തിൽ കിട്ടും. വെള്ളത്തിൽ പോയി കഴിഞ്ഞപ്പോ ഒരു പരസ്പരം കണക്ഷൻ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയായി. 3 പേര് കണക്ട് ചെയ്തു. അപ്പൊ എത്രണ്ണായി? ഒരെണ്ണായി. 3 എണ്ണം കൂടിയിട്ട് എത്രണ്ണായി? ഇവിടെ ഐയുടെ വാല്യൂ എത്ര വരിക? അസോസിയേഷനാ ഡിസോസിയേഷനാ? അസോസിയേഷൻ. എത്രയാ? 2 എണ്ണം ചേർന്നിട്ട് ഒന്നാകുമ്പോ നമ്മളിവിടെ കണ്ടു. എത്രയാ? 1/2. 3 എണ്ണം ചേർന്നിട്ട് ഒന്നാകുമ്പോ എന്താ വരിക? 1/3. അപ്പൊ അസോസിയേഷന്റെ കേസിൽ ഒക്കെ എന്തായിരിക്കും? 1/. ഡിസോസിയേഷന്റെ കേസിൽ ജസ്റ്റ് നമ്പർ. എന്താണ് വാൻ ഹോഫ് ഫാക്ടർ ഇക്വേഷൻ? പറഞ്ഞേ. നോർമൽ മോളിക്കുലർ മാസ് ബൈ അബ്നോർമൽ മോളിക്കുലർ മാസ്. അതിനെ വിളിക്കുന്ന പേരെന്താ? പറയേ. വാൻ ഹോഫ് ഫാക്ടർ. എന്തിനാണ് ഈ സാധനം വേണ്ടി വന്നത്? ഡ്യൂ ടു ദ അബ്നോർമൽ മോളാർ മാസ്. എന്തുകൊണ്ട് അബ്നോർമൽ മോളാർ മാസ് കിട്ടിയ നമുക്ക്? അസോസിയേഷനും ഡിസോസിയേഷനും. അപ്പൊ ആ ഇക്വേഷൻസ് കറക്റ്റ് ചെയ്യാനാണ് നമ്മൾ എന്ത് കൊണ്ടുവന്നത്? വാൻ ഹോഫ് ഫാക്ടർ കൊണ്ടുവന്നു. ഐഡിയ മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മുടെ ഇക്വേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്യാം. അതിന് മുൻപ് നമ്മൾ ഇന്നലെയൊക്കെ എഴുതി നിർത്തി. ഒന്നുകൂടെ ആദ്യം മുതൽ പറയാം. പക്ഷെ എന്താണ് അബ്നോർമൽ മോളാർ മാസ്? The wrong values of molar mass obtained from colligative properties. അതിനെയാണ് എന്ന് പറയുന്നത് abnormal molar. What is the reason for the reading of abnormal molar mass? Association and dissociation. എന്താണ് association? Number of particle effectively decreases. Colligative property decreases. Molecular mass value measured is increases than its normal value. പിന്നെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? ഡിസോസിയേഷൻ എന്താ? one particle dissociate into many particles. അവിടെ effective number of particles increases. Colligative property increases. Molecular mass decreases.
the observed molecular mass is less than normal അല്ലെങ്കിൽ ഒറിജിനൽ മോളിക്കുലാർ മാസ്. ഡിസോസിയേഷൻ. ഇന്ന് നമ്മൾ എക്സ്ട്രാ അതിലേക്ക് ആഡ് ചെയ്ത് എന്താ വാൻ ഹോഫ് ഫാക്ടർ, കറക്റ്റിംഗ് മെഷർ അല്ലേ. കറക്റ്റിംഗ് മെഷർ എന്താ? ഇക്വേഷൻ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. വാല്യൂ ഓഫ് ഐ is always constant? No. It will change whether it is dissociate or associate, and it also changes with the different salts. നമ്മൾ ഉപയോഗിക്കുന്ന സോൾട്ടുകൾക്ക് അനുസരിച്ച് മാറും. ഇപ്പൊ NaCl-ലും Al2Cl3-ലും രണ്ടിലും ഡിസോസിയേഷൻ തന്നെയാണ് അല്ലെ. NaCl-ലും പക്ഷെ രണ്ടിലും ഒരേ ഐ ആണോ വന്നത്? അല്ല. NaCl ഐയുടെ വാല്യൂ എത്രയാ വന്നേ? 2. മറ്റേ എത്രയാ വന്നേ? 5. പിടികിട്ടിയോ? അസോസിയേഷനിൽ എപ്പോഴും 1/2 ആണോ? അല്ല. രണ്ടെണ്ണം ചേർന്ന് പറഞ്ഞാൽ 1/2, മൂന്നെണ്ണം ചേർന്ന് ഒന്നായാൽ 1/3 ആണ് വരിക. രണ്ടെണ്ണം ചേർന്ന് പറഞ്ഞാൽ 1/2, മൂന്നെണ്ണം ചേർന്ന് പറഞ്ഞാൽ 1/3 ആണ് വരിക. ഏതില്? അസോസിയേഷൻ ഡിസോസിയേഷൻ ആണ്? അസോസിയേഷൻ. ഐ കാണാനുള്ള ഇക്വേഷൻ എന്താ? നോർമൽ മോളിക്കുലാർ മാസ് ബൈ അബ്നോർമൽ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. അപ്പൊ തൊട്ട് താഴെ എഴുതുക. In order to explain and correct abnormal cases, ഇനി എല്ലാ കേസിലും ഇങ്ങനെ ഐ ഉണ്ടാവണമെന്ന് നിർബന്ധമുണ്ടോ മക്കളെ? എല്ലാ കേസിലും ഐ ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല കേട്ടോ. ഇപ്പൊ ഒരു സോൾട്ട് അത് അസോസിയേറ്റ് ചെയ്യണില്ല, ഡിസോസിയേറ്റ് ചെയ്യണില്ല. അപ്പൊ എത്രയായി വരിക? 1. അപ്പൊ എത്രയായി വരിക? 0 വരും. 0 എന്ന് പറയല്ലേ. 0 എന്നോ MB എത്രയായി പോവും? 0 ആയി പോവും. ഐ അപ്പൊ എത്രയായി വരിക? 1. അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. എപ്പോഴാണ് ഈ കറക്ഷൻ ഒക്കെ വേണ്ടി വരുന്നത്? സോൾട്ട് അസോസിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസോസിയേറ്റ് ചെയ്യുമ്പോഴോ മാത്രമാണ്. അല്ലെങ്കിൽ വേണോ? അല്ലെങ്കിൽ ഐ എത്രയും വരിക? ഇഫ് ദർ ഈസ് നോ അസോസിയേഷൻ നോ ഡിസോസിയേഷൻ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ഐ? 1. 1 എന്ന് പറഞ്ഞാൽ നമുക്ക് അസോസിയേഷനും ഡിസോസിയേഷനും ഇല്ലാത്തതുകൊണ്ട് നോർമൽ മോളിക്കുലാർ മാസ് തന്നെയാണ് ഏതിൽ കിട്ടുക? നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മോളിക്കുലാർ മാസ്. അത് നോർമൽ ആയിരിക്കുമോ? അല്ല. നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ നോർമൽ മോളിക്കുലാർ മാസ് എന്തായിരിക്കും? രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. സോ വാല്യൂ ഈസ് 1. പതുക്കെ നോട്ട് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരിക. എന്താണ്? In order to explain and correct such abnormal cases, Van Hoff introduced a factor I. Van Hoff introduced a factor I known as Van Hoff factor. VAN apostrophe theta. Van Hoff factor. ബോർഡിൽ ഉണ്ട്, സ്പെല്ലിംഗ് നോക്കി എഴുതുക. Van Hoff factor ഫുൾ സ്റ്റോപ്പ്. എന്താണ് ഈ വാൻ ഹോഫ് ഫാക്ടർ? ഡെഫിനിഷൻ ആയിട്ട് എഴുതാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ മോളിക്കുലാർ മാസ് ടു ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ മോളിക്കുലാർ മാസ് ടു ഒബ്സർവ്ഡ് മോളിക്കുലാർ മാസ്. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് നോർമൽ മോളിക്കുലാർ മാസ് to observed molecular mass. അപ്പോൾ തൊട്ട് താഴെ ഇക്വേഷൻ എഴുതി വെച്ചേ. എന്താ? I equal to normal molecular mass divided by observed അല്ലെങ്കിൽ abnormal molecular mass. നോർമൽ മോളിക്കുലാർ മാസ് അല്ലെങ്കിൽ എന്താണ്? അബ്നോർമൽ മോളിക്കുലാർ മാസ്. മക്കളെ അപ്പൊ ഇത് നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മോളിക്കുലാർ മാസും കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും തമ്മിൽ എന്താ ബന്ധം? കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയും മോളിക്കുലാർ മാസും തമ്മിൽ എന്താ ബന്ധം? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇത് വേണമെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ടേമിൽ പറയാം. എങ്ങനെയാ? നോർമൽ മോളിക്കുലാർ മാസ്. അപ്പൊ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അവിടെ വരും, അടിയിൽ വരുമോ മുകളിൽ വരുമോ? ഇൻവേഴ്സ്ലി ആണ് വരിക. അപ്പൊ നോർമൽ ഇവിടെ മുകളിലാണെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി നോർമൽ എവിടെ വരും? അടിയിൽ വരും. അപ്പൊ ഈ നമുക്ക് വേണമെങ്കിൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാ? നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി മുകളിലെ ആരായിരിക്കും? അബ്നോർമൽ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയുടെ ടേംസിലും, അതായത് ഡെൽറ്റ ടി ബിയുടെ വാല്യൂലും നമുക്ക് എന്ത് ചെയ്യാം? അത് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഇക്വേഷൻ ആയിട്ട് ഇട്ടാൽ മതി. ഐ ഈക്വൽ ടു അബ്നോർമൽ അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അത് എന്തുകൊണ്ടാണ് ആ ഇക്വേഷൻ മറഞ്ഞു വരാൻ കാരണം? എന്തുകൊണ്ടാണ് മറഞ്ഞു വന്നത് സൽമ? മോളിക്കുലാർ മാസും സി പി എന്താ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് റിലേഷൻഷിപ്പാണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്.
ശരിയല്ലേ? ഇത് റിലേഷൻഷിപ്പ് ആണ്, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ വാൻ ഹോഫ് ഫാക്ടറിന് എത്ര ഇക്വേഷൻസ് കണ്ടു? 2 ഇക്വേഷൻസ് നമ്മൾ കണ്ടു. ശ്രദ്ധിക്കുക. ഇനി ഫോർ സൊല്യൂട്ട്സ് ഷോയിങ് ഡിസോസിയേഷൻ, ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും? നിങ്ങൾ പറഞ്ഞു ഐയുടെ വാല്യൂ എത്ര ആയിരിക്കും? ഐ എന്ന് വെച്ചാൽ വാൻ ഹോഫ് ഫാക്ടർ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? ഡിസോസിയേഷൻ ആണെങ്കിൽ ആലോചിച്ച് നോക്കിയേ. ഡിസോസിയേഷൻ ആണെങ്കിൽ ഒരു ക്ലൂ തരാൻ പാടിനാണ്, കൂടുതലായിരിക്കും കുറവായിരിക്കും 1 ആയിരിക്കും? ഡിസോസിയേഷൻ ആണെങ്കിൽ പറയ്, കൂടുതലായിരിക്കോ കുറവായിരിക്കോ സ്റ്റീവോ? ഡിസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഏത് ഉദാഹരണം? NaCl ആണ് ഉദാഹരണം അല്ലെ? NaCl ഡിസോസിയേഷൻ അല്ലേ സ്റ്റീവോ? ഐയുടെ വാല്യൂ എത്രയാ വന്നത്? 2. അപ്പൊ പിന്നെ എന്താ അങ്ങനെ ഒരു ഉത്തരം പറയണേ? അപ്പൊ എത്രയായിരിക്കും? കൂടുതലായിരിക്കും. നേരത്തെ കുറവായിരിക്കുന്നല്ലേ പറഞ്ഞ? അല്ല, കൂടുതലായിരിക്കുന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ കുഴപ്പമില്ല, കുറവായിരിക്കുന്ന കേൾക്കണില്ലേ? ആ ചുണ്ടിന്റെ ഒരു അനക്കങ്ങളായിട്ട് പഠിക്കണാണ്. അത് തെറ്റാണ്, ഉറക്കെ പറഞ്ഞു പിടികിട്ടിയ. അപ്പൊ എന്താ? ഫോർ സൊല്യൂട്ട്സ് ഷോയിങ് ഐയുടെ വാല്യൂ എത്രയാണ്? കൂടുതലായിരിക്കും, ഗ്രേറ്റർ ദാൻ 1. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കുകൾ അല്ലേ? ഫോർ ഐ ഗ്രേറ്റർ ദാൻ 1 ആയിരിക്കും. ഉദാഹരണങ്ങൾ വേണോ? ഉദാഹരണങ്ങൾ എഴുതാം. പറഞ്ഞേ. ഫോർ NaCl വാല്യൂ പറഞ്ഞേ, ഐയുടെ വാല്യൂ പറഞ്ഞേ. 2. ഫോർ KCl ഐയുടെ വാല്യൂ പറഞ്ഞേ. 2. ഫോർ Al2Cl3 ഐയുടെ വാല്യൂ എത്രയാ? 5. ബുദ്ധിമുട്ടുണ്ടോ? ഇനി എന്നാ ഇതും കൂടെ നോക്കിയിട്ട് പറഞ്ഞേ. BaCl2 ഫോർ BaCl2 വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ? അവർക്ക് പറയടാ. 3. ശരിയല്ലേ? ഐയുടെ വാല്യൂ എത്രയാ? 3. അപ്പൊ എക്സാമ്പിൾസ് ആയി. ഇനിയിപ്പോ എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഫോർ ഇത് എഴുതി ഇക്വേഷൻ എഴുതണം. For solutes showing ഏതാ? association. For solutes showing association, value of I, what is value of I? Less than 1. For less than 1. നമുക്കത് 2 എക്സാമ്പിൾസേ ഉള്ളൂ. നമ്മൾ കൊടുത്തിട്ടില്ല. CH3COOH ഐയുടെ വാല്യൂ എത്ര വരിക? അതെന്താ സംഗതി എന്ന് അറിയോ? ബോർഡ് ശ്രദ്ധിച്ച് എഴുതാം ശ്രദ്ധിക്കും. CH3COH എന്ന് പറയുന്നത് നമുക്കറിയാം, ഇതാണ് സാധനം അല്ലേ? CH3COOH കാർബോക്സിലിക് ആസിഡ്, നമ്മുടെ കഴിഞ്ഞ പോലത്തെ എത്തനോയിക് ആസിഡ് ആണോ? ഈ എത്തനോയിക് ആസിഡിന് ഒരു സ്വഭാവം ഉണ്ട്. ഇവ വെള്ളത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു മോളിക്യൂളിലുള്ള ആൽക്കഹോളും മറ്റേ മോളിക്യൂളിലുള്ള ആൽക്കഹോൾ ഗ്രൂപ്പിന്റെ ഹൈഡ്രജനും മറ്റേ മോളിക്യൂളിലുള്ള ഓക്സിജനും, ഇതിലുള്ള ആൽക്കഹോളും മറ്റേലുള്ള ഓക്സിജനും തമ്മിൽ എന്താവും? കണക്ട് ആവും. ഇപ്പൊ എന്താ തോന്നുന്നത്? ഇത് കണ്ടിട്ട് അസോസിയേഷൻ ആയെന്ന് തോന്നണേ, ഡിസോസിയേഷൻ ആയെന്ന് തോന്നണേ? അസോസിയേഷൻ ആയി. 2 ചേർന്നിട്ട് എത്രണ്ണായി? 2 കൈ ഉണ്ടായിരുന്നു അല്ലെ? 2 കൈ അങ്ങോട്ട് പിടിച്ചു അല്ലെ? എത്ര ആൾക്കാരായി? ഒരാൾക്കാരായി. അസോസിയേഷൻ. അപ്പൊ ഐയുടെ വാല്യൂ അവിടെ എത്രയും വരിക? ഐയുടെ വാല്യൂ എത്രയും വരിക? പറയൂ. അസോസിയേഷൻ ഐയുടെ വാല്യൂ എത്രയും വരിക? മറന്ന ഐയുടെ വാല്യൂ എത്രയും വരിക? 1/2. നേരത്തെ പറഞ്ഞു നമ്മള്. 2 ചേർന്ന് 1 ആയി കഴിഞ്ഞാൽ എത്രയാ? 2 പേര് ചേർന്ന് 1 ആയി കഴിഞ്ഞാൽ എത്രയാ? 1/2. 3 പേര് ചേർന്ന് 1 ആയി കഴിഞ്ഞാൽ എത്രയാ? 1/2. അതാണ് അസോസിയേഷനിൽ സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഐയുടെ വാല്യൂ എപ്പോഴും എത്ര വരുന്നത്? 1-നേക്കാളും ചെറുത് വരുന്നത്. സോ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ഐ ഇൻ ദിസ് കേസ്? 1/2. ഇങ്ങനെ ഈ ഹൈഡ്രജൻ ബോണ്ട് വഴി ഹൈഡ്രജൻ ബോണ്ടിങ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഹൈഡ്രജൻ ബോണ്ടിങ് ഓർമ്മയിലുള്ള കഴിഞ്ഞ മറന്നത് എന്താ? ഹൈഡ്രജൻ ബോണ്ടിങ് ഇറ്റ് ഈസ് ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ആരൊക്കെയാണ്? ഹൈഡ്രജൻ ആൻഡ് ഹൈലി ഇലക്ട്രോനെഗറ്റീവ് എലിമെന്റ്സ് ലൈക്ക് ആരൊക്കെയാ? ഓക്സിജൻ, ഫ്ലൂറിൻ, നൈട്രജൻ അല്ലെ? ആണോ? ഓർമ്മയുണ്ടോ ബോയ്സിന്? എത്ര ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്? ഏതൊക്കെയാ? ഒന്നും മറന്നിട്ടില്ലേ അല്ലേ? വലിയ സന്തോഷം. 2 ടൈപ്പ് ഉണ്ട് അല്ലേ? ഇന്റർമോളിക്കുലാറും ഇൻട്രാമോളിക്കുലാറും. എന്ന ഒരു ചോദ്യോടെ ചോദിക്കാം. ഇൻട്രാമോളിക്കുലാർ വന്ന വോളിയമായിട്ട് കൂടെ കുറയോ? അതിൽ പെട്ടു. ഇൻട്രാമോളിക്കുലാർ വന്ന ആലോചിക്കേ കുറേ കൂടോ? പറഞ്ഞാൽ ചെയ്യാ. കറക്റ്റ് ആണ്. ഏതാ? കുറയും. ഇൻട്രാ ആണെങ്കിലോ കൂടും. ഓർമ്മയുണ്ട്? കേൾക്കുമ്പോ ഓർമ്മയുണ്ടാവും അല്ലേ? ശരിയല്ലേ? ഇതിനൊക്കെ നമ്മൾ പറഞ്ഞേ. ഇവിടെ സംഭവിക്കുന്നത് എന്താ? ഇവിടെ എന്ത് ബോണ്ടിങ്ങാ?
ഹൈഡ്രജൻ ബോണ്ടിങ്. ഇതിനെ വിളിക്കാം. അപ്പൊ ഹൈഡ്രജൻ ബോണ്ടിങ് വഴിയാണ് ഒരു ബോണ്ട് ചെയ്യുന്നത്. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഇത് തമാശക്ക് എഴുതുന്നല്ല, ആ വാക്കുകൾ നോട്ട് ചെയ്ത് പോകണം. അതിനെ വിളിക്കുന്ന പേരാണ് ഡൈമറൈസേഷൻ. എന്താണ് ഡൈമറൈസേഷൻ? ഫുള്ള് നോട്ടാക്കണ വെച്ചിട്ടാ, സൈഡായിട്ട് നോട്ട് ചെയ്ത് പോയാൽ. എന്താ ഡൈ? രണ്ട്. മറൈസേഷൻ, മെർജി എന്ന് പറഞ്ഞ എന്താ? ഒരുമിക്കുക. ഡൈമറൈസേഷൻ. അപ്പൊ എന്താ? രണ്ടെണ്ണം ചേർന്ന് ഒന്നായി. എന്താ? അസോസിയേഷൻ ഡിസോസിയേഷനാ? ഐ എത്ര വരിക? 1/2. ഐ എത്ര വരിക? 1/2. അപ്പൊ അതും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേ. ഒരു കേസും കൂടി ഉണ്ട്. അപ്പോ അത് ലാസ്റ്റ് ചെറുത്തക്കാർ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഫോർ സൊല്യൂട്ട്സ് ഷോയിങ് നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ. ഐ എത്ര വരിക? 1. ഐയുടെ വാല്യൂ എത്ര വരിക? 1. അസോസിയേഷനും ഇല്ല, ഡിസോസിയേഷനും ഇല്ല. അപ്പൊ ഐയുടെ വാല്യൂ എത്രയാണ് വരിക? 1 ആണ് വരിക. ഐയുടെ വാല്യൂ എത്രയാണ് വരിക? 1 ആണ് വരിക. ഫോർ സൊല്യൂട്ട്സ് ഷോയിങ് നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ, ഐ ഈക്വൽ ടു 1. ഒരു സ്പീഡ് ആയിക്കോട്ടെ കേട്ടാ, ഭയങ്കര പതുക്കെയാണ് പോണത്. ഇതിപ്പോ തീർക്കാണ് കേട്ടോ. ഇത് ചെയ്യാൻ പറ്റുന്ന കണക്കുകൾ ചെയ്യാം, അത് കഴിഞ്ഞാൽ ഈ പാഠം വിടാം. നാളെ എന്തായാലും ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫിസിക്സ് നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ചാർജസ് എന്നുള്ള ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. ഫോർ സൊല്യൂട്ട്സ് ഷോയിങ് നോ അസോസിയേഷൻ, നോ ഡിസോസിയേഷൻ, ഐ ഈക്വൽ ടു 1. ഇതിന്റെ പേര് എത്തനോയിക് ആസിഡ് കേട്ടോ. പഠനത്തിന്റെ പേര് എത്തനോയിക് ആസിഡിലാണ് ഹൈഡ്രജൻ ബോണ്ടിങ് സംഭവിക്കുന്നത്. എത്തനോയിക് ആസിഡ് കേട്ടോ. ഹൈഡ്രജൻ ബോണ്ടിങ്, ഡൈമറൈസേഷൻ. For solutions showing dissociation, for solutions showing association, ethanoic acid, hydrogen bonding, dimerization. Then last point എന്താ? For solutions showing no dissociation, no association is equal to I equal to 1. എവിടെ വീട്? ലെവിനെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ? കഴിയിലാണ്, നമ്മുടെ ഏരിയയിലാണ്. അപ്പോ എവിടെയും കറക്റ്റ് വീട് ആരെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അതിന്റെ ഇല്ല. ചായയുള്ള ആരെങ്കിലും പഠിപ്പിച്ചോ? എവിടെ കറക്റ്റ് വീട്? എവിടെയും കറക്റ്റ് മറ്റേ കപ്പേളേക്ക് എത്തണം. സൊറായപ്പള്ളിയുടെ എവിടേക്ക് എത്തണം? നമ്മുടെ യൂണിറ്റില്ല. പഴയ വീട് എവിടെ വീട്? കപ്പേള എത്തണം. 4 കോടി കപ്പേള വഴിയില്ല, സൊറായപ്പള്ളിക്ക് പോണ വഴി. രണ്ടാമത്തെ കപ്പേള ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് വീടിന്റെ എവിടെയാ? അലന്റെ ഒക്കെ വീട്, അലക്സിന്റെ, ജോബേട്ടന്റെ വീട്. മാലവൾപ്പെടുന്ന ലൈറ്റാ അല്ല വീടാ? ഇത് തൊട്ടപ്പുറത്തൊരു വഴിയുണ്ടല്ലോ അല്ലെ? ആ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വീടല്ല, ഓപ്പോസിറ്റുള്ള വീടല്ല, പുലിനെ വെച്ചിട്ടുള്ള ഒരു വീടല്ല പറഞ്ഞത്. അതല്ല, അത് നല്ല വീടാണല്ലേ, പുലിന്റെ ഇടവക്കിന്റെ അവിടെ. ആ വഴി ഇത് സൈഡിലേക്ക് പോയിട്ട് ഫസ്റ്റത്തെ വീട്, ലാസ്റ്റത്തെ വീട്. അവിടെ നമുക്കൊരു കണക്ഷൻ ഉണ്ടല്ലോ ആ വീട്ടിൽ. അപ്പനറിയോ? ആരാ? ബിജു BL. BLത്തെ ചേട്ടൻ്റെ മോളാണ്. കണ്ട, ഞാൻ പറഞ്ഞില്ലേ ഇവിടെ അടുത്ത് കണ്ടിട്ടുണ്ടേ, മനസ്സിലായി. ഇവിടെ വീടില്ലേ ബിജുണ്ട്? ബിജു എന്ന് പറഞ്ഞ താടിയ ചേട്ടനല്ല, മറ്റേ ചേട്ടനല്ല, താടിയ ചേട്ടൻ ബിജു അല്ലേ? അപ്പൊ അവിടെ അവിടെയല്ലേ? ഞാൻ ആ കുളിക്കന്റെ ബാക്കി കൂടെ വീട്ടിലെ വഴിക്കാന്ന് വിചാരിച്ചത്. ഇവിടെ ഉണ്ടല്ല, ആ വഴി അവിടെ ഉണ്ടല്ല, തീർന്നില്ലേ? എന്തായി കഴിഞ്ഞ എഴുതിയെടുത്ത അത് പ്രശ്നമില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. ഇനി ഇതിൽ ചെറിയൊരു പ്രശ്നം കൂടി ഉണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസോസിയേഷൻ സംഭവിക്കുന്ന കേസിൽ ശ്രദ്ധിക്കുക. ഇനി പ്രശ്നങ്ങളുണ്ട് ഇതിൽ, കഴിഞ്ഞിട്ടില്ല, കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാണ്ട്. ഇതുവരെയുള്ളത് ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ. ഇതിലൊരു ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. മനസ്സിലായോ? ക്ലാസ് കഴിഞ്ഞിട്ടോ ക്ലാസ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ചോദിച്ചോ, അത് ക്ലിയർ ചെയ്ത് പോകണം. മനസ്സിലായ? കൺസെപ്റ്റ് എപ്പോഴും എന്താക്കിയിട്ട് പഠിക്കുക, മനസ്സിലാക്കിയിട്ട് പഠിക്കണം. പിടികിട്ടുണ്ടോ കൺസെപ്റ്റ്? നമ്മൾ എടുത്തു പോകാൻ ഭയങ്കര സുഖമാണ്. നമുക്കിത് ജസ്റ്റ് ജനറലി റാൻഡായിട്ട് പറഞ്ഞു പോയി. നമ്മളിത് കുറെ ടൂർ ഇട്ടാണ് ഇതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാലാണ് ഒരു
യുക്തിചിന്ത, ഒരു റേഷണൽ ആയിട്ടുള്ള സാധനം എന്താ ഡെവലപ്പ് ചെയ്യുള്ളൂ. നമ്മളിപ്പോൾ അത് പ്രോസസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, പഠിക്കാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു യുക്തിക്ക് നിരക്കണമല്ലാന്ന് തോന്നി കഴിഞ്ഞാൽ ആ സബ്ജക്റ്റ്, ആ ടോപ്പിക്ക് ചോദിക്കാം, പക്ഷെ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നുള്ളത് എനിക്ക് അറിയണമെന്ന് വെച്ചാൽ പറഞ്ഞുതരാം, അല്ലെങ്കിൽ അന്വേഷിച്ചിട്ട് പറയാം. അത്രയുള്ള കാര്യം. വല്ല നോബൽ പ്രൈസ് കിട്ടും, ചിലപ്പോൾ സംശയം ചോദിക്കും, പറയാൻ പറ്റില്ല. മനസ്സിലായ? അപ്പൊ ചോദിക്കുക, സംശയങ്ങൾ ചോദിക്കുക. അല്ലെങ്കിൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് റാൻഡായിട്ട് പഠിക്കുമ്പോൾ ഇത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടി വരും. ബൈ ഹാർട്ട് ചെയ്യുമ്പോൾ എന്താ, കുറച്ച് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, മറന്നു പോവും. ഇതിപ്പോ നമുക്ക് സിമ്പിൾ ആണ്. ഡിസോസിയേഷൻ സംഭവിക്കണോ, അപ്പൊ ഒരെണ്ണം എത്ര എണ്ണാവണം? രണ്ടെണ്ണാവണം. കേസ് നോക്കാം. NaCl എന്താ സംഭവിക്കണേ, ഡിസോസിയേഷൻ. ഒരെണ്ണം എത്ര എണ്ണാവണം? രണ്ടെണ്ണാവും. അപ്പൊ നമുക്ക് കിട്ടിയ വെയിറ്റ് എന്ന് പറയുന്നത് പാതി വെയിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെ. നമുക്ക് കിട്ടിയ വെയിറ്റ് എത്ര വെയിറ്റ് ഉണ്ടാവുള്ളൂ? ശരിക്കുള്ള വെയിറ്റിന്റെ പാതിയല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ അതിനെ ശരിയാക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യണം, എത്രയോട് മൾട്ടിപ്ലൈ ചെയ്യണം, അതിന് ഇരട്ടിയാക്കണം. അപ്പൊ 3 എണ്ണമായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യണം. അപ്പൊ എന്താ സംഭവിക്കുക, അപ്പൊ നമുക്ക് കിട്ടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വെയിറ്റ് ഉണ്ടാവുള്ളൂ? 3ൽ 1 നമുക്ക് ഉണ്ടാവും. ശരിയാക്കണമെങ്കിൽ എത്ര 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. ആ ഒരു യുക്തിയെ വേണ്ടു. അത് വീട്ടിൽ പോയി കുറെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല. മനസ്സിലാവണ്ട പറയുന്നത്, ശ്രദ്ധിക്കണം, നല്ല പോലെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞേ, എന്തുകൊണ്ടാണ് വാട്ട് ഈസ് അബ്നോർമൽ മോളാർ മാസ്? റോങ് വാല്യൂസ് പറയടാ, റോങ് വാല്യൂസ് obtained from colligative properties. Reason? Association, dissociation. In association, observed value is less than normal value. Observed colligative property is greater than normal colligative property. അതിന്റെ വാല്യൂസ് എന്താ വരിക? 1/2, 1/3, 1/4 അങ്ങനെ വരും. അസോസിയേഷനിൽ ഡൈമറൈസേഷൻ പഠിച്ചു അല്ലെ. എത്തനോയിക് ആസിഡിൽ എന്താ സംഭവിക്കുന്നത്? പറയടാ നിങ്ങള്, ഡൈമറൈസേഷൻ. എന്തുകൊണ്ടാണ് ഡൈമറൈസേഷൻ സംഭവിച്ചത്? എന്ത് ബോണ്ടിങ് ആണ്? ഹൈഡ്രജൻ ബോണ്ടിങ്. ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ എന്താ ഡിസോസിയേഷൻ? ഒരെണ്ണം സ്പ്ലിറ്റ് ആവുകയാണ് ചെയ്യുന്നത് അല്ലെ. ഇൻ ഡിസോസിയേഷൻ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഈസ് greater than or less than? Less than എന്താണ്? അപ്പൊ നേരത്തെ മാറി പറഞ്ഞോ, അസോസിയേഷനിൽ എന്താ സംഭവിക്കണേ? ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ പറയേ നോർമൽ മോളിക്കുലർ മാസ് ആണ് അല്ലെ. ഡിസോസിയേഷനിലാണ് എന്ത് സംഭവിക്കണേ? ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഈസ് ലെസ് ദാൻ പറയോ നോർമൽ മോളിക്കുലർ മാസ്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എവിടെയാണ് ഒബ്സർവ്ഡ് വാല്യൂ കൂടുതൽ? അസോസിയേഷനിലെ ഡിസോസിയേഷനില? എവിടെയാ? ഡിസോസിയേഷനിൽ. അപ്പൊ മോളിക്കുലർ മാസ് എവിടെയാ കുറയുക? കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കൂടുമ്പോൾ മോളിക്കുലർ മാസ് എന്ത് ചെയ്യും? കുറയും. എവിടെയാ? ഡിസോസിയേഷൻ. ഇനി ഐയുടെ വാല്യൂ NaCl ഐ എത്രയാ? NaCl ഐ എത്രയാ? KCl ഐ എത്രയാ? Al2SO4 thrice ഐ എത്രയാ? Al2SO4 thrice ഐ എത്രയാ? 2 അലുമിനിയവും 3 SO4 എത്രയാ? പറയൂ എത്രയാ? 5 ആണോ? Al2SO4 thrice എത്ര വരിക? 2 അലുമിനിയവും 3 എന്ത് SO4 സ്പ്ലിറ്റ് ആവോ? ഇല്ല കേട്ടോ. SO4 സ്പ്ലിറ്റ് ആയിട്ട് വരും ഇല്ല. ഇവിടെ തന്നെ പഠിച്ചു പോകാൻ വേണ്ടിട്ടാ പറയുന്നത്. കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള മേഖലയാണ്, അതുകൊണ്ടാണ് സംസാരിക്കും. കുഴപ്പമില്ല. ഇനി പ്രശ്നങ്ങൾ കഴിയില്ല. ചെറിയൊരു പ്രശ്നം കൂടെ ഇവിടെ ബാക്കിയുണ്ട്. സ്റ്റഡി ഇക്വേഷൻ കൂടി ഉണ്ട്. അതായത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിച്ചിട്ടുണ്ട്. എത്ര ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്? എത്ര ടൈപ്പ് ഇക്വിലിബ്രിയം ഉണ്ട്? ഫിസിക്കൽ ഇക്വിലിബ്രിയം, കെമിക്കൽ ഇക്വിലിബ്രിയം. അത് പോട്ടെ. അയണിക് ഇക്വിലിബ്രിയം പഠിച്ച ഓർമ്മയില്ല? അയണിക് ഇക്വിലിബ്രിയം എത്ര ടൈപ്പ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്? 2 ടൈപ്പ്. ഏതാ? സ്ട്രോങ്ങും വീക്കും. ഓർമ്മയുണ്ടോ? സ്ട്രോങ്ങും വീക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ്, വീക്ക് ആസിഡും ഉണ്ട്, വീക്ക് ബേസും ഉണ്ട്. എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റിനുള്ള പ്രത്യേകത? അവര് ഡിസോസിയേറ്റ് ചെയ്യും, പക്ഷെ എന്ത് ചെയ്യില്ല. എന്ത് ഡിസോസിയേഷനേ ഉള്ളൂ? ഒരു വാക്ക് പഠിച്ച ഓർമ്മയുണ്ട്? ആരെങ്കിലും പറയാൻ നോക്കാം. വീക്കില് എന്ത് ഡിസോസിയേഷനാ? ഓൺലി, കറക്റ്റ് ആണ് പറയേണ്ടല്ലോ. എന്ത് ഡിസോസിയേഷനാ? ഓൺലി പാർഷ്യൽ ഡിസോസിയേഷൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കോ, അതായത് ഇവിടെ ഇനി ഒരു പ്രശ്നമുള്ള എന്താ വെച്ചാൽ കൂടുതലും നമുക്ക് പഠിക്കാൻ കഴിയില്ലേ. അതായത് ഡിസോസിയേറ്റ് ചെയ്യണ NaCl. ഞാൻ ഇത് NaCl സ്ട്രോങ് ആണ്, ഉദാഹരണമായിട്ട് പറയണമെന്ന് മാത്രം. ഇവിടെ ശ്രദ്ധിക്കട്ടോ. NaCl 100 എണ്ണം നമ്മൾ ഇട്ടു. നമ്മൾ ഐ എത്ര എടുക്കുക? NaCl ഐ എത്ര എടുക്കുക? ഒക്കെ പറയണ്ട. 2. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 എടുക്കണേ? ഈ 100 എണ്ണവും എന്ത് ചെയ്യും? ഈ 100 എണ്ണവും ഡിസോസിയേറ്റ് ചെയ്തിട്ട് 100 Na+ഉം 100 Cl- കിട്ടും എന്നുള്ളൊരു ഉറപ്പിന്റെ പുറത്താണ് നമ്മൾ ഐ എത്ര എടുക്കുന്നത്? കാർത്തികേ? 2 എടുക്കുന്നത് അല്ലേ.
പക്ഷേ ഈ 100 കംപ്ലീറ്റ് ആയിട്ട് എപ്പോഴും ഡിസോസിയേറ്റ് ചെയ്യണമെന്നുണ്ടാ? ഇല്ല. ആ 100 ഇപ്പൊ AB ആണെന്ന് കരുതുക. സോ ദർ ഈസ് എ പാർഷ്യൽ അയണൈസേഷൻ. 100 നമ്മൾ ഇട്ടു, 80 അയണൈസ് ചെയ്യാതെ നിൽക്കും. 20 മാത്രമേ എന്ത് ചെയ്യുള്ളൂ? 20 മാത്രമേ എന്ത് ചെയ്ത് വന്നിട്ടുള്ളൂ? പറയേ 20 മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ? ഡിസോസിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ കണ്ണും പൂട്ടിയിട്ട് നമുക്ക് 2 കയറ്റാൻ പറ്റുമോ? ഇല്ല. അവിടെയാണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. കഴിഞ്ഞ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അപ്പൊ എന്താ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? 100 ഉണ്ടായിരുന്നു, 20 ഡിസോസിയേറ്റ് ചെയ്ത്. അപ്പൊ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എത്രയാ? 20% ഉള്ളൂ. എത്രയേ ഉള്ളൂ? 20%. ശതം 100 ശതമാനം. 100 എത്ര? 100 എത്രയാ? 100 എത്ര മാറിയത്? 20. അപ്പൊ 20% അവിടെ എന്തുള്ളൂ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഉള്ളൂ. ഈ 100 ഡിസോസിയേറ്റ് ചെയ്താലാണ് നമുക്ക് ധൈര്യമായിട്ട് എന്തെടുക്കാൻ പറ്റുള്ളൂ? ഐയുടെ വാല്യൂ എത്ര എടുക്കാൻ പറ്റുള്ളൂ? 2 എടുക്കാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇങ്ങനൊരു പ്രശ്നം അവിടെ ഉണ്ട്. ചിലപ്പോൾ 100 കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല? ഡിസോസിയേറ്റ് ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ ഈ ഡയറക്റ്റ് എത്ര എടുക്കാൻ പറ്റില്ല? 2 എടുക്കാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഐയും എന്നും തമ്മിലൊരു റിലേഷൻഷിപ്പ് ഉണ്ട്. നിർബന്ധമില്ല, ജസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുന്നത് മാത്രം. ഐ ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ വരുന്നത്? ഐ ഈക്വൽ ടു 1 + n-1 ആൽഫ. എഴുതാൻ പറ്റേണ്ട പറയാം. ഐ ഈക്വൽ ടു 1 + n-1 ആൽഫ all divided by 1. ഓക്കെ, ഇതാണ് എന്ത് വരുന്നത്? അതിന്റെ ഇക്വേഷൻ വരുന്നത് 1 + n-1 ആൽഫ. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വരുന്ന കേസിൽ ഐ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഏത് ഉപയോഗിക്കണം? ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. ഡയറക്റ്റ് ആണ്, വേറെ ഒന്നും നമ്മൾ നോക്കണ്ടേ, പ്രശ്നമില്ലല്ലോ. ക്ലിയർ അല്ലേ? അത് അത്ര ഇമ്പോർട്ടന്റ് ഒന്നല്ല, പറഞ്ഞത് മാത്രം. ഇതുവരെ എഴുതിയതിന്റെ തൊട്ട് താഴെ എഴുതുക ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. It is the fraction of molecules. It is the fraction of molecules which undergoes dissociation. It is the fraction of molecules which undergo dissociation. എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രശ്നം എന്താ? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? പറഞ്ഞ മക്കളെ, കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? പാർട്ടിക്കിൾസ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? എന്താ പറയാത്ത? കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നില്ല? ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല. അവിടെ ഐ കാണുന്ന ഇക്വേഷൻ ആണ് കേട്ടോ. അപ്പൊ എഴുതുക ഇറ്റ് ഈസ് എ ഫ്രാക്ഷൻ ഓഫ് മോളിക്യൂൾ വിച്ച് അണ്ടർഗോസ് ഡിസോസിയേഷൻ. ഐയുടെ ഇക്വേഷൻ വെച്ച് ഇൻ ദാറ്റ് കേസ് ഐ ഈക്വൽ ടു 1 + n-1 ആൽഫ. 1 + n-1 ആൽഫ. 1 + n-1 ആൽഫ. അപ്പോ NaCl ഇനി അതിന് n എന്ന് പറഞ്ഞാൽ എന്താ? എത്ര എണ്ണമായിട്ടാണ് ഡിസോസിയേറ്റ് ചെയ്യുന്നത്, അതിനാണ് n എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ NaCl n എത്ര ഉപയോഗിക്കണ്ടേ? 2. KCl n എത്ര ഉപയോഗിക്കണ്ടേ? 2. അത്രയേ ഉള്ളൂ. അപ്പൊ അവിടെ എഴുതിയേക്ക് n ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോംഡ് ഫ്രം, നേരത്തെ ഐക്ക് ഇവിടെ n ആയി, അത്രയേ ഉള്ളൂ. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോംഡ് ഫ്രം 1 മോളിക്യൂൾ ഓഫ് ദ ഇലക്ട്രോലൈറ്റ്. നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഫോംഡ് ഫ്രം 1 molecule of the electrolyte. 1 molecule of the electrolyte. ക്ലിയർ അല്ലേ? സംശയം എന്താ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? പ്രശ്നമില്ലല്ലോ. അപ്പൊ ഇത് എപ്പോഴും ഉപയോഗിക്കണ്ടേ? നമ്മള് ഇത് എപ്പോഴും ഉപയോഗിക്കണ്ടേ? പാർഷ്യൽ. വെരി ഗുഡ്. പാർഷ്യൽ പാർഷ്യൽ ഡിസോസിയേഷൻ അല്ലേ? കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നം ഉണ്ടാ. അപ്പൊ ആൽഫ എത്രയാ? 1. അല്ലെങ്കിൽ എത്ര ശതമാനം? 100%. അപ്പൊ ആൽഫ എത്രയാ? 100%. ഇതൊന്നും അങ്ങനെ വരാറൊന്നുമില്ല, ഉള്ള കാരണം അപ്പൊ കഴിഞ്ഞു. അപ്പൊ ഇത് കറക്റ്റ് ചെയ്യാനായിട്ട് എന്താ ചെയ്യണ്ടേ? ഈ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആവണമെങ്കിൽ, ഒരു തെറ്റും ഇല്ലാതെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിനൊക്കെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഐയുടെ വാല്യൂ എങ്ങനെ വരും? മാറി മാറി വരും. ഐയുടെ വാല്യൂ എങ്ങനെ വരും? മാറി മാറി വരും. കുഴപ്പമില്ലല്ലോ. ഈ ടോപ്പിക്സ് ഒന്നുകൂടെ പറയാം. മോശം. വാട്ട് ഈസ് അബ്നോർമൽ മോളാർ മാസ്? Wrong values of molar mass obtained from colligative property. Reasons: in case of association, molecules are associated. Effective number of particles, colligative property, measured molecular mass is lesser than
അല്ല, ഇൻക്രീസസ് ആണ്, അസോസിയേഷൻ ആണല്ലോ അല്ലെ. സോറി, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ത് ചെയ്യാണ് ചെയ്തേ? അല്ല, കുറയാണ് ചെയ്തത്. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കുറയുമ്പോൾ മോളിക്കുലർ മാസ് കൂടി. അപ്പൊ ഒബ്സർവ്ഡ് മോളിക്കുലർ മാസ് ഈസ് ഗ്രേറ്റർ ദാൻ നോർമൽ മോളിക്കുലർ മാസ്. ഐയുടെ വാല്യൂ എത്രയാ? 1/2 or 1/3 or 1/4 ഡിഫറൻസ്. നമ്മൾ പഠിച്ച അസോസിയേഷൻ മോളിക്യൂൾ ഏതാ? എത്തനോയിക് ആസിഡ്. എങ്ങനെയാ അവർ അസോസിയേറ്റ് ചെയ്തേ? എന്ത് ബോണ്ടിങ് വഴിയാ? ഹൈഡ്രജൻ ബോണ്ടിങ് വഴി. അവിടെ ഐയുടെ വാല്യൂ എത്രയാ വന്നേ? 1/2. കാരണം രണ്ടെണ്ണം ചേർന്നിട്ടാണ് എത്ര ആയത്? ഒരെണ്ണം. അടുത്ത റീസൺ എന്താ? ഡിസോസിയേഷൻ. ഡിസോസിയേഷൻ എന്താ? ഒരെണ്ണം എത്ര ആവാം? ഒന്നിലധികം പാർട്ടിക്കിൾസ് ആവാം അല്ലെ. ഡിസോസിയേഷൻ നടക്കുമ്പോൾ എഫക്റ്റീവ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? ഇൻക്രീസസ്. മോളിക്കുലർ മാസ്, so observed molecular mass is lesser than normal. Values NaCl, KCl, Al2Cl3, BaCl2 3, Al2SO4 thrice 5. അങ്ങനെയല്ല, കണ്ടില്ലല്ലോ, മൂലയിൽ പോയിരിക്കല്ലേ അല്ലെ. Al2SO4 thrice എത്രയാ? 5 ആണോ? ഇനി അവിടെ ഒരു ചോദ്യം കൂടി ഉണ്ട്. എപ്പോഴും ഡിസോസിയേഷൻ കംപ്ലീറ്റ് ആവണമെന്നുണ്ടോ? ഇല്ല. പാർഷ്യൽ ഡിസോസിയേഷൻ അവിടെ വരുന്ന ടേമാണ് ഏത്? ഡിഗ്രി ഓഫ്, പറയ ഡിഗ്രി ഓഫ്. അവിടെ എന്താ ഇക്വേഷൻ? I = 1 + n-1 × ആൽഫ. കഴിഞ്ഞിട്ടില്ല, രണ്ട് ഇക്വേഷൻസ് കൂടി ഉണ്ട്. ഐയുടെ ഇക്വേഷൻ പറഞ്ഞേ, വാൻ ഹോഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ പറഞ്ഞേ. വാട്ട് ഈസ് ഐ? നോർമൽ പറയടാ നിങ്ങള്, നോർമൽ മോളിക്കുലാർ മാസ് ബൈ അബ്നോർമൽ മോളിക്കുലാർ മാസ്. അല്ലെങ്കിൽ ഇൻ ടേംസ് ഓഫ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി I = അബ്നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ, അല്ലെ നോക്കിട്ട് അതെറ്റി പറയേണ്ട മാഷ്, കറക്റ്റ് അല്ലേ? അബ്നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ നോർമൽ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. റെഡി? കുഴപ്പമില്ലല്ലോ, ഒന്നും പറയാൻ പറ്റില്ലല്ലോ. വലിയ ഇത്രയും സംഗതികളാണ് ആ സെക്ഷനിൽ വേണ്ടി. ഇതോട് കൂടെ ഇത് കഴിയാണ് നമ്മുടെ ഈ പാഠം കഴിയാണ്. ഇതിലെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രോബ്ലംസ് ആണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്. കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ എണീറ്റുന്നത് സമയം എന്തായി? കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ എണീറ്റുന്നത് ഓരോന്ന് പൊട്ടിക്കാനുള്ള പരിപാടിയാണ്. ബെൻസ് പറയാം, അത് പറയാം. ഞങ്ങളെ കൊണ്ടുവരുന്നത് കാൽക്കുലേറ്റർ കൊണ്ടുവരണം. ആളുകൾ കൊണ്ടുവരൂ, നിർബന്ധമായിട്ട് കാൽക്കുലേറ്റർ കൊണ്ടുവരണം കേട്ടോ. ഇനിയിപ്പോ കഴിഞ്ഞു, ഇതോടെ കഴിയില്ലേ. ഓരോന്ന് പൊട്ടിച്ചാലേ അമ്മയിലെ വേണ്ടേ? ഓ റാഫേല പറയണേ, അവന് പേടി അടി തുടങ്ങണ്ട. ഇവനെ പറഞ്ഞ എന്തെങ്കിലും നിങ്ങൾ കാൽക്കുലേറ്റർ നാളെ മുതൽ കറക്റ്റ് സമയത്തിന് എത്തണം കേട്ടാ. നാളെ വൈകുന്നേരവർക്ക് എന്തെങ്കിലും അടി കൊണ്ടുവിടാം, ഉറപ്പാണ് കേട്ടാ. ഇത് എത്രയും ചിട്ട് തട്ടി കൊണ്ടുപോവാ. കാൽക്കുലേറ്റർ കൊണ്ടുവരണം. ആയിഷ ഒന്നുകൂടെ ഉഷാറായിട്ട് പഠിക്കണം കേട്ടാ. അതുപോലെ സൽമ മാത്സ് പഠിക്കണം, ആയിഷ മാത്സ് പഠിക്കണം കേട്ടാ. ശരിയായിട്ടില്ലല്ലോ അത്. ഇരിക്കേ ഫോട്ടോ തൽക്കാലം ആ കാൽക്കുലേറ്റർ എടുത്ത് വെച്ചേ, കാൽക്കുലേറ്റർ എടുത്ത് വെച്ചേ. തൽക്കാലം 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യാം? 4 എണ്ണം ചെയ്യാം. അവിടേക്ക് പോകാനുള്ള സമയമാവും. The vapor pressure of ether. The vapor pressure of ether. ബെൻഡ് പറയണ്ട അല്ലെ? ഇത് കഴിഞ്ഞിട്ട് പറയണ്ടേ. അവിടെ പറയാം അല്ലെ? അല്ലെങ്കിൽ മാർക്കും അത് ബെൻഡ് കൂടെ പറയാം. അത് അധികം കുറച്ചായിട്ട് ചെറുതായിട്ട് എഴുതി വെക്കാം, ചെറുതായിട്ട് എഴുതിയാൽ മതി. ഡീറ്റെയിൽ ആയിട്ട് പറയാം. എന്താ ബെൻഡിന്റെ പ്രശ്നം നോക്കാം. ബെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കും. അതായത് നമ്മള് മുകളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയാണ് എന്ത്? അനോക്സിയ. മുകളിലേക്ക് പോകുമ്പോഴുള്ള അവസ്ഥയാണ് എന്ത്? അനോക്സിയ. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് കരുതുക? കടലിന്റെ താഴേക്ക് പോകണമെന്ന് കരുതുക. ബോർഡ് ശ്രദ്ധിക്കുക. എങ്ങോട്ട് പോവാണ്? കടലിന്റെ താഴേക്ക് പോകണം. മുകളിൽ നിൽക്കുമ്പോ നമ്മുടെ തലയിലുള്ള എയർ കോളാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ നമ്മള് അറ്റ്മോസ്ഫറിക് പ്രഷർ എന്ന് പറഞ്ഞത്. കടലിന്റെ താഴേക്ക് പോകുമ്പോ എന്തുകൂടെ വരും? കടലിന്റെ വാട്ടർ കോളം അല്ലെ? എന്ത് വരുന്നുണ്ട്? ആ ഒരു വാട്ടർ കോളത്തിന്റെ വെയിറ്റും കൂടെ എവിടെ വരും? നമ്മുടെ തലയുടെ മുകളിൽ വരും അല്ലെ? ചോദ്യം 1, താഴേക്ക് പോകുന്നതോറും പ്രഷർ കൂടുക കുറയും? നമ്മുടെ വെയിൻസിലും അവിടേക്കൊക്കെ കിട്ടുന്ന പ്രഷർ കൂടുക കുറയും? പ്രഷർ കൂടും. ഭയങ്കര പ്രഷറാണ് അല്ലെ? നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ടൈറ്റാനിക് കാണാൻ പോയ വണ്ടി പൊട്ടിത്തെറിച്ച കാര്യമൊക്കെ പറഞ്ഞു അല്ലെ? ഇംപ്ലോഷൻ അല്ലെ? ഇംപ്ലോഷൻ എന്ന് പറയാനുള്ള കാരണം എന്താ? അത് പുറത്തേക്ക് പൊട്ടിത്തെറിക്കല്ല ചെയ്യണേ,
പതിച്ച് കളയാണ്. കാരണം എന്താ, അത്രയും വലിയ പ്രഷറാണ് ഇങ്ങോട്ട് പോകുമ്പോ വരണേ, അടിയിട്ട് പോകുമ്പോ വരണേ. വേറെ ഒന്നല്ല, ഇത്രയും വലിയ വെള്ളത്തിന്റെ വെയിറ്റ് അവിടെ നിൽക്കാണ്, താഴേക്ക് നിൽക്കാണ് അല്ലെ. ആണോടാ? റോ ഈക്വൽ ടു പി ഈക്വൽ ടു പറയടാ, പി ഈക്വൽ ടു ലിക്വിഡ് ഫ്ലൂയിഡ് പ്രഷറിന്റെ ഇക്വേഷൻ എന്താ? പി ഈക്വൽ ടു ഒക്കെ പറഞ്ഞേ, എച്ച് റോ ജി. എച്ച് കൂടുന്നതോടെ അപ്പൊ എന്ത് കൂടും? പ്രഷർ കൂടും. അപ്പൊ ഒരു കാര്യം വ്യക്തമായി, താഴേക്ക് പോകും തോറും എന്ത് വർദ്ധിക്കും? പ്രഷർ വർദ്ധിക്കും. അപ്പൊ ഹെൻറീസ് ലോ അപ്ലൈ ചെയ്ത് പ്രഷർ കൂടുകയാണ്. അപ്പൊ നമ്മുടെ ബ്ലഡ് വെയിനിലേക്കോ അല്ലെങ്കിൽ നമ്മൾ നേരെ ഇറങ്ങി പോവാണെന്ന് കരുതാം. അപ്പൊ നമ്മുടെ എന്താണ്, ചെവിയുണ്ട് അല്ലെ, കണ്ണുണ്ട്, പുറത്തേക്ക് ഓപ്പണിങ്സ് ഉണ്ട് അല്ലെ. അപ്പൊ അതുകൂടെയൊക്കെ ഈ പ്രഷർ എങ്ങോട്ട് തള്ളും, ഉള്ളിലേക്ക് തള്ളും. നോസ് ലങ്സിലേക്കുള്ള പ്രഷറൊക്കെ എന്താ കൂടും. പ്രഷർ കൂടുമ്പോ എന്താ സംഭവിക്കുക? പ്രഷർ കൂടുമ്പോ ഹെൻറീസ് ലോ പറഞ്ഞേ, പ്രഷർ കൂടുമ്പോ എന്ത് കൂടും? ഹെൻറീസ് ലോ സ്റ്റേറ്റ് ചെയ്തേ, the solubility of a gas in a liquid is proportional to the pressure of the gas above the surface of the liquid. അപ്പൊ നമ്മൾ ശ്വസിക്കുമ്പോ ഒക്കെ നല്ല പ്രഷറാണ് വരുന്നത് അല്ലെ. വെള്ളത്തിന്റെ അടിയിലുള്ള കാര്യമാണ് പറയുന്നത്. അടിയിലേക്ക് പോകുന്തോറും ആ പ്രഷർ കൂടുതൽ വരണം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? പ്രഷർ കൂടുന്തോറും എന്ത് കൂടണം മക്കളെ? പറയടാ, സൊല്യൂബിലിറ്റി കൂടണം. അപ്പൊ അടിയിലേക്ക് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങുന്തോറും നമ്മൾ ശ്വസിക്കുന്ന എയറില് നമുക്കറിയാം ധാരാളം എന്തുണ്ട്? നൈട്രജൻ ഉണ്ട്. എന്തുണ്ട്? നൈട്രജൻ. 75% എന്താണ്? നൈട്രജൻ ആണ് എയറിൽ. അപ്പൊ നമുക്ക് ഈ ഒരു പ്രഷറിൽ സാധാരണ നമ്മൾ വെളിയിൽ നിൽക്കുമ്പോഴുള്ള ഒരു നോർമൽ പ്രഷർ അല്ലെ, ആ നോർമൽ പ്രഷറിൽ വെള്ളത്തിൽ ലയിക്കുന്ന നൈട്രജന് ഒരു അളവുണ്ടാവും, ഉണ്ടാവില്ലേ? സൊല്യൂബിലിറ്റി. നമ്മൾ ശ്വസിക്കുമ്പോൾ നൈട്രജനോടെ കാത്തിക്കുമ്പോൾ ചെറിയ തോതിൽ നൈട്രജൻ എന്താണ്? ഡിസോൾവ് ആവുണ്ടാവും ബ്ലഡിൽ. അതിനൊരു അളവുണ്ടാവും. അത് പ്രശ്നമില്ലാത്ത അളവാണ്. നമ്മൾ ഇവിടെയാണല്ലോ ജീവിച്ചു വന്നത്. അടിയിലേക്ക് പോകുന്നതോടെ എന്ത് സംഭവിക്കും? പ്രഷർ കൂടുക. അപ്പൊ എന്ത് കൂടും? സൊല്യൂബിലിറ്റി കൂടും. അപ്പൊ ബ്ലഡിൽ ലയിക്കുന്ന നൈട്രജന്റെ അളവ് ക്രമാതീതമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങും? കൂടാൻ തുടങ്ങും. കൂടില്ലേ? നൈട്രജന്റെ ഓക്സിജന്റെ ഒക്കെ കൂടും. നൈട്രജന്റെ കണ്ടന്റ് കൂടുതലായിട്ട് കയറും. കാരണം നൈട്രജന്റെ കണ്ടന്റ് ആണ് ശ്വസിക്കുന്ന വായുവിൽ എന്ത് കൂടുതൽ ഉള്ളത്? നൈട്രജന്റെ മോൾ ഫ്രാക്ഷൻ ആണ് കൂടുതൽ. അപ്പൊ പ്രഷർ കൂടുന്നതനുസരിച്ച് ആരുടെ സൊല്യൂബിലിറ്റി കൂടും? നൈട്രജന്റെ സൊല്യൂബിലിറ്റി എവിടെ? ബ്ലഡില് കൂടും. ലങ്സിലെ പ്രഷർ മാറുന്നതനുസരിച്ച്. കുഴപ്പമില്ല, ഇതുവരെ ക്ലിയർ അല്ലേ? ഇനി എന്താ സംഭവിക്കുക? നമ്മൾ താഴേക്ക് പോയി. അപ്പൊ നമ്മുടെ ബ്ലഡിൽ എന്ത് ഡിസോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്? നമുക്ക് ആവശ്യമുള്ള നൈട്രജൻ ആണോ? അത് അല്ല, നമുക്ക് ആവശ്യമുള്ള സാധനമല്ല. നമ്മൾ ഇവിടെ ജീവിക്കുമ്പോൾ അത് എടുക്കുന്നുണ്ട്. നമ്മള് അത്രയും സൊല്യൂബിലിറ്റി ഉണ്ടോ? ഇല്ല. അപ്പൊ താഴേക്ക് പോകുന്നതോടെ എന്താ സംഭവിച്ചേ? ബ്ലഡില് ലയിക്കുന്ന നൈട്രജന്റെ അളവ് കൂടി. പ്രശ്നം ഉണ്ടാവുണ്ടോ? ഇല്ല, പ്രശ്നം ഉണ്ടാവില്ല. അടിയിലേക്ക് പോവാണ്. ഇനി എന്താ സംഭവിക്കുക? അടിയിലേക്ക് പോയിട്ട് അങ്ങനെ പോകാൻ കുഴപ്പമില്ല. എങ്ങോട്ട് വരും? കുറച്ച് കഴിഞ്ഞാ എങ്ങോട്ട് വരും? മുകളിലേക്ക് തിരിച്ചു കയറി വരും അല്ലെ. പറയുന്ന മക്കളെ, മുകളിലേക്ക് തിരിച്ചു കയറി വരില്ലേ? മുകളിലേക്ക് തിരിച്ചു കയറി വരുമ്പോ എന്ത് കുറയാൻ തുടങ്ങും? അടിയിലേക്ക് പോയപ്പോ എന്താണോ കൂടിയേ? അപ്പൊ മുകളിലേക്ക് പോകുമ്പോ എന്ത് കുറയാൻ തുടങ്ങും? പ്രഷർ കുറഞ്ഞ എന്ത് കുറയും? സൊല്യൂബിലിറ്റി. അപ്പൊ എക്സസീവ് ആയിട്ട് ഹയർ പ്രഷറിൽ ബ്ലഡില് ഡിസോൾവ് ചെയ്ത നൈട്രജന് ഇനി ബ്ലഡിൽ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ? ഉറക്കെ പറ. എന്തുകൊണ്ട് പറ്റില്ല? പ്രഷർ കുറഞ്ഞ ഹെൻറീസ് ലോ പ്രകാരം സൊല്യൂബിലിറ്റി കുറയണം. അപ്പൊ നമ്മള് എക്സസീവ് ആയിട്ട് ബ്ലഡിൽ ഡിസോൾവ് ചെയ്ത നൈട്രജൻ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും? ഫ്ലോ ചെയ്തെത്തിയിട്ടുണ്ടാവും അല്ലെ. ഇപ്പൊ ഇവിടേക്ക് എത്തിണ്ടെന്ന് കരുതുക, അല്ലെങ്കിൽ ഈ ജോയിന്റിൽ എത്തിണ്ടെന്ന് കരുതുക. എക്സസീവ് ആയിട്ടുള്ള ഡിസോൾവ് ആയിട്ട് നൈട്രജൻ കയറിയിട്ടുള്ള ബ്ലഡ് ഇവിടേക്ക് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോരണേ? മുകളിലേക്ക് പോരണേ. ഈ ബ്ലഡിന്റെ ഉള്ളില് ഇനി ആ നൈട്രജനോട് നിൽക്കാൻ പറ്റുമോ? ഇല്ല. എന്തുണ്ടാവുക? സൊല്യൂബിലിറ്റി കുറഞ്ഞു. അപ്പൊ തന്നെ എന്ത് ചെയ്യും? ബ്ലഡിന്റെ ഉള്ളിൽ നിന്ന് ഇത് ഗ്യാസ് ആയിട്ട് എങ്ങോട്ട് തിരിച്ചു വരും? എടാ, സോഡാ ബോട്ടിൽ പൊട്ടിക്കണില്ലേ നമ്മള്? ഡിസ് ഔട്ട് ചെയ്യില്ലേ? അതുപോലെ ബ്ലഡിന്റെ ഉള്ളിൽ ഡിസോൾവ് ആയിട്ടുള്ള നൈട്രജൻ എന്ത് ചെയ്യും? ഡിസ് ഔട്ട് ചെയ്യും. ഇത് മറ്റേ ഗ്യാസ് പോണ പോലെ എന്താ പോവില്ലേ? അതെവിടെ നിൽക്കും? ഈ സാധനം വെയിൻസിലും ജോയിന്റ്സിലും ഒക്കെ ആ ഗ്യാസ് എന്താവും? ലോക്കായിട്ട് കിടക്കും. മനസ്സിലായോ പറഞ്ഞത്? അങ്ങനെ ഗ്യാസ് ലോക്കായിട്ട് കിടക്കുന്നത് ഭയങ്കര എന്താണ്? ബുദ്ധിമുട്ടുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയാണ്. ഭയങ്കര വേദനയാന്നാ പറയണേ. ഇതിനെയാണ് ഇന്ന് പറയണേ ബെൻഡ് എന്ന് പറയണേ. എന്താണ് ബെൻഡ്? എന്താ ബെൻഡ് ഉണ്ടാവും? അപ്പൊ അത് പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിട്ട് മാറും. ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രശ്നമാണ് അത്. പിടികിട്ടിയാ പറഞ്ഞത്? ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാൻ പ്രോസസ്സ്. എങ്ങടാ പോണേ?
നിങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പറ, എങ്ങനെ പോണേ? കടലിന്റെ എന്ത് കൂടും? പ്രഷർ കൂടിയാൽ ഹെൻറീസ് ലോ പ്രകാരം എന്ത് കൂടും? അപ്പൊ ബ്ലഡിൽ ലയിക്കുന്ന ആരുടെ അളവ് കൂടും? നൈട്രജന്റെ അളവ് കൂടും. പ്രശ്നം ഉണ്ടാ ഇതുവരെ? ഇല്ല, ഇതുവരെ പ്രശ്നമില്ല. എങ്ങോട്ട് പോയി? നമ്മള് താഴേക്ക് പോയി. ഇനി എങ്ങോട്ട് വരും? മുകളിലേക്ക് വരും. മുകളിലേക്ക് വരുമ്പോ എന്ത് കുറയും? പ്രഷർ കുറഞ്ഞാൽ എക്സസീവ് ആയിട്ട് ഡിസോൾവ് ചെയ്ത നൈട്രജന് നിൽക്കാൻ പറ്റുമോ? ഇല്ല. സൊല്യൂബിലിറ്റി കുറയും. സൊല്യൂബിലിറ്റി കുറഞ്ഞാൽ എന്താ? ബ്ലഡിൽ ലയിച്ചിട്ടുള്ള നൈട്രജൻ അതേ സ്ഥലങ്ങളിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഫിസ് ഔട്ട് ചെയ്യും, പുറത്തേക്ക് വരും. അതിങ്ങനെ വന്ന് ഇങ്ങനെ പൂല്യ വായ കൂടെ അത് അവിടെ നിൽക്കും, ലോക്കായിട്ട് നിൽക്കും. കൈയൊക്കെ പൊട്ടിക്ക് പൊട്ടാണ്ടണ്ട അല്ലെ? അതിന്റെ വല്ലാത്തൊരു അവസ്ഥയായിട്ട് മാറും. പിടിയിട്ടുണ്ട്. അത് വളരെ എന്താണ്, പെയിൻഫുൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ്. ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പറയേ പെറ്റ്. അപ്പൊ ഇത് ഒഴിവാക്കാൻ എന്താ ചെയ്യണ്ടേ? ഇത് ഒഴിവാക്കാൻ എന്താ ചെയ്യേണ്ടത്? താഴേക്ക് പോകുന്ന എന്തായാലും പ്രഷർ കൂടും. പ്രഷർ ഒഴിവാക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നൈട്രജൻ നമ്മൾ ശ്വസിക്കുന്ന സാധാരണ കൊണ്ടുപോണ സാധാരണ എയറിൽ ഏകദേശം എത്ര ശതമാനം പറഞ്ഞേ? 75% പറഞ്ഞത്. ഈ നൈട്രജന്റെ കോൺസെൻട്രേഷൻ എവിടെ കുറയ്ക്കുക? ശ്വസിക്കുന്ന വായുവില് കുറയ്ക്കുക. അപ്പൊ 75% നൈട്രജൻ ഉള്ളത് എത്രയാക്കും നമ്മള്? 50% നൈട്രജൻ ആക്കിയിട്ട് കൊണ്ടുപോകണ്ടേ? റാൻഡായിട്ടൊരു വാല്യൂ പറയാണ്. മനസ്സിലായ പറഞ്ഞത്? നമ്മൾ കൊണ്ടുപോകുന്ന വായുവിലത്തെ എന്തിന്റെ അളവ്? നൈട്രജന്റെ അളവ് കുറയ്ക്കണം. മോൾ ഫ്രാക്ഷൻ കുറയ്ക്കുകയാണ് നമ്മള്. മോൾ ഫ്രാക്ഷൻ കുറയ്ക്കുമ്പോൾ ലയിക്കണ എക്സസീവ് ആയിട്ട് ലയിക്കുന്ന നൈട്രജന്റെ അളവും പറയേ കുറയും. ആരാണ് കൂടുതൽ കയറി വരിക? ഓക്സിജൻ ആണ് അല്ലെ? നമുക്ക് ആവശ്യമുള്ളതാണ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ബെൻഡ് ഒഴിവാക്കാൻ താഴേക്ക് പോകുമ്പോ വെറുതെ എടുത്ത് ചാടാൻ പാടില്ല. എന്ത് കൊണ്ടുപോകണം? സ്യൂട്ട് കൊണ്ടുപോകണം അല്ലെ? മറ്റേ ടീമുകൾ പോകണം കണ്ടിട്ടില്ലേ? അതിൽ വെറും വായു ആണോ? അല്ല, അതിൽ ഫില്ല് ചെയ്യണ വായു പ്രത്യേകത ഉണ്ട് അല്ലെ? എന്തിന്റെ അളവ് കുറയ്ക്കണം? നൈട്രജന്റെ അളവ് നന്നായിട്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. എന്തിന്റെ അളവ് കുറയ്ക്കണം? നൈട്രജന്റെ അളവ് നമ്മൾ നന്നായിട്ട് കുറയ്ക്കണം. അതുകൊണ്ടാണ് എന്ത് ഈ സ്കൂബ ഡൈവേഴ്സ് ഒക്കെ എന്ത് ഉപയോഗിക്കുന്നത്? എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. ഇതാണ് എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. ഹീലിയം ഇനർട്ട് ഗ്യാസ് അവന്റെ ഒന്നുമില്ല. എയർ ഡൈല്യൂട്ടഡ് വിത്ത് ഹീലിയം. എന്തിനാണ് ഹീലിയം വെച്ച് ഡൈല്യൂട്ട് ചെയ്യണേ? എന്തിന്റെ അളവ് കുറയ്ക്കാനാ? നൈട്രജന്റെ കണ്ടന്റ് കുറയ്ക്കാൻ. ഇത് എങ്ങനെയാ പരീക്ഷിക്കുന്നത്? എങ്ങനെയാ ചോദിക്കാൻ വെച്ചാൽ ഇതിന്റെ സത്യാവസ്ഥ മാഷ് പറഞ്ഞു. ഇതിപ്പോ എഴുതുകയാണെങ്കിൽ എന്തോരം എഴുതണം നമ്മള്? When we go down, the sea pressure increases, solubility increases, therefore excess nitrogen dissolved in the blood. And when we come back to the surface, the pressure decreases, solubility decreases. So excessive pressure, the excess nitrogen dissolved in the blood is undissolved, stored in the joints, which form a very painful condition called PENS. To avoid this, we have to use cylinders containing air diluted with helium to decrease the concentration of. ഇത്രയും കാര്യങ്ങൾ വെച്ച് വരി എഴുതണം വേണ്ടേ? അത് ഇത് പരീക്ഷിക്കാൻ എനിക്ക് ചോദിക്കാന്നറിയോ? ഇത് ലാസ്റ്റ് ഈ ഫൈനൽ എക്സാം ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം പ്ലസ് 2 ഉണ്ടായിരുന്നു. സ്റ്റേജ് ഹെൻറീസ് ലോ ആൻഡ് 3 അപ്ലിക്കേഷൻസ് ഓഫ് ഇറ്റ്. അതിന്റെ ഉത്തരം എന്തേ ഉള്ളൂ? ഹെൻറീസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് 3 അപ്ലിക്കേഷൻസ് എന്തേ ഉള്ളൂ? സോഡ ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ. At a high altitude, solubility decreases. Unable to think clearly, anoxia. അല്ലേ? പിന്നെന്താ? When moving down the group, pressure increases, solubility increases. When we come back, pressure decreases. Bends are formed, very painful condition. To avoid this, എന്താ? To avoid this, എന്താ? Air diluted with helium. ഇത്രയേ ഉള്ളൂ. ഇനി ഇതിന്റെയും സത്യാവസ്ഥ എന്താ വെച്ചാൽ 3 applications of it. 3 മാർക്കാണ്. അതിന് എന്തേ കീഴിലുള്ളൂ? ആൻസർ കീഴിൽ എന്തേ ഉള്ളൂ? സോഡ ബോട്ടിൽ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ, അനോക്സിയ, ബെൻഡ്. തമാശ പറയല്ല, നമ്മളിതൊക്കെ വലിച്ചു വരി പഠിപ്പിച്ചൊക്കെ വിടും. പക്ഷെ പരീക്ഷയ്ക്ക് എത്ര എഴുതുന്നുണ്ടോ? കഴിഞ്ഞ നമ്മൾ മനസ്സിലായി പേപ്പർ എഴുതി പോകുന്നുണ്ട്, ഫൈനൽ എക്സാം ചെയ്ത് മനസ്സിലായിട്ടോ? കാര്യമായിട്ടൊന്നും ചോദിക്കുന്നില്ല. ആ പോയിന്റ്സ് ശരിക്കും വേണ്ടു. എന്താ? സോഡ ബോട്ടിൽസ് ആർ സീൽഡ് അണ്ടർ ഹൈ പ്രഷർ, അനോക്സിയ, ബെൻഡ്. കുഴപ്പമില്ലല്ലോ. ഇത് ബെൻഡിന്റെ അവിടെ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയിട്ട് എഴുതാം. സ്ഥലം വിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഇല്ല. അപ്പൊ ഇവിടെ നിന്ന് എഴുതിക്കാം അപ്ലിക്കേഷൻ ഓഫ് ഹെൻറീസ് ലോ ഉണ്ട്. നമ്മളപ്പോ വലിച്ച് പരത്തിയിട്ട് എന്ത് ചെയ്യുന്നില്ല? എഴുതുന്നില്ല. മനസ്സിലായ? ഷോർട്ട് ആക്കിയിട്ട് സിമ്പിൾ ആക്കിയിട്ട് എന്ത് ചെയ്യാം? എഴുതിയാൽ ഷോർട്ട് ആക്കിയിട്ട് എഴുതാം. When we move down the sea, pressure increases, solubility increases.
when we move down the sea, pressure increases, solubility increases. The solubility of nitrogen in blood increases. The solubility of nitrogen in blood increases. The solubility of nitrogen in blood increases. And the solubility of nitrogen in the blood increases. When we come back to the surface, എന്ത് സംഭവിക്കുന്നത്? come back to the surface, pressure decreases, form a very painful condition called PENS. Form a very painful condition called PENS. Form a very painful condition called PENS. വളരെ painful ആയിട്ടുള്ള condition ആണ് PENS form ചെയ്യുന്നു, അല്ലേ? To avoid this, ഇത് avoid ചെയ്യാനായിട്ട്, എന്താ ചെയ്യേണ്ടത് പറയൂ? To avoid this, use tanks, tank അല്ലെങ്കിൽ cylinder, use tanks filled air diluted with helium. Okay. എന്താണ് എയർ ഡൈലൂട്ടഡ് വിത്ത്? എന്താണ്? ഹീലിയം. ഹീലിയം ഉപയോഗിച്ച് ഡൈലൂട്ട് ചെയ്ത എയർ എന്ത് ചെയ്യാം? നമുക്ക് ഉപയോഗിക്കാം. അത് വലിയ പ്രശ്നം ഉണ്ടാക്കില്ല. ഓക്കെ. അപ്പൊ ഹീലിയമാണ് നമ്മൾ അതിൽ എന്ത് ചെയ്യേണ്ടത്? ഉപയോഗിക്കേണ്ടത്. അപ്പൊ അത് ബെൻഡ് എന്നുള്ളൊരു വാക്കെങ്കിലും മിനിമം എന്ത് ചെയ്യാം? പറഞ്ഞു വയ്ക്കുക. അത് കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞു വയ്ക്കുക വെറുതെ. When we go down to the sea, pressure, solubility. When we come back to the surface, solubility, pressure, solubility, ബബിൾ ആയിട്ട് വരും, അല്ലേ? അപ്പോൾ എപ്പോഴും ഫ്ലോ ഒന്നും നടക്കില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. To avoid this, use tank filled with air diluted with helium. ഹീലിയം പിന്നെ ഇതുകൊണ്ട് വരാനല്ല പറയണേ, filled with air diluted with helium. കുഴപ്പമില്ല. ഹീലിയം പ്രശ്നം ഉണ്ടാകില്ല. ഹീലിയം ചെറിയ മോളിക്കൂളാണ്, ചെറിയ ബബിൾസ് ആണെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമ്പോൾ. അപ്പൊ അത് കഴിയും. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ആ കാൽക്കുലേറ്റർ ഒക്കെ എടുത്ത് വെച്ചേ. 1, 2, 3, 4 ഓരോന്നും ചെയ്യാൻ പറ്റിയ നന്നായി. സമയം എന്തായി? 8:25. ഇഷ്ടംപോലെ സമയം. വേഗം ചെയ്യാം, പെട്ടെന്ന് എഴുതിയാൽ. ദ വേപ്പർ പ്രഷർ ഓഫ് ഈതർ. സിമ്പിൾ ആണ്. ദ വേപ്പർ പ്രഷർ ഓഫ് ഈതർ. എന്താ പ്രോബ്ലംസ് എന്നോ അല്ലെങ്കിൽ ന്യൂമറിക്കൽസ് എന്നാണ് എഴുതി കൊടുത്തത് കേട്ടോ. ഈ പാഠം പരീക്ഷയ്ക്ക് പോകാട്ടോ. പ്രിന്റ് തരാൻ കുറച്ച് പഠിക്കാൻ വേണ്ടിയിട്ടേ ചോദ്യങ്ങളായിട്ട് ഒരു സാധനം ഓൺലൈനിൽ എടുക്കട്ടെ. അടുത്ത് തരാം. ഓക്കെ, ശ്രദ്ധിക്കുക. ദ വേപ്പർ പ്രഷർ ഓഫ് ഈതർ ഈസ് ആ ഈതറിന്റെ മോളിക്കുലർ ഫോർമുല അവർ തന്നിട്ടുണ്ട്. C2H5O. The vapor pressure of ether is 440 mmHg. And the Hg പാരാമീറ്റർ പഠിച്ച ഓർമ്മയില്ലേ? കഴിഞ്ഞ കൊല്ലം ടോറിസെല്ലിന്റെ പാരാമീറ്റർ പഠിച്ച ഓർമ്മയില്ലേ? ഹൈറ്റ് കാരണം പാത്രം വെച്ചിട്ടാ അതിന്റെ ഹൈറ്റ് ആണ്. അല്ലെങ്കിൽ പ്രഷർ മെഷർ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ്. At 20 degree Celsius, when 5 gram of non-volatile solute, when 5 gram of non-volatile solute is dissolved in 100 gram of ether, the vapor pressure is reduced to
റെഡ്യൂസ്ഡ് ടു 412.7 mmHg. 412.7 mmHg. Full stop. What is the molecular mass of solute? What is the molecular mass of solute? What is the molecular mass of solute? ആദ്യത്തെ ചോദ്യം, ഇതിൽ ആരാ സോൾവെന്റ്? ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് നോക്കാം. ഇതിൽ ആരാ സോൾവെന്റ്? അത് പറയാൻ പറ്റുമോ? ആരാ സോൾവെന്റ്? ആരാ സോൾവെന്റ്? ആരാ സോൾവെന്റ് ലക്ഷ്മിയില്? വാട്ടർ എന്നുള്ള വാക്ക് അതിൽ പറഞ്ഞിട്ട ഈതർ. അപ്പൊ ശരി, ഈതർ അല്ലേ? ഈതറാണല്ലേ? ആണോടാ? കാരണം എന്താ? ചോദ്യം വായിക്കാം. The vapor pressure of either is തന്നിട്ടുണ്ട് of a when ready there when dissolved in. അപ്പൊ ആരാ കൂടുതൽ? ഈതർ ആണോ കൂടുതൽ? നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആണോ കൂടുതൽ? ഈതർ ആണ് കൂടുതൽ അല്ലേ? അപ്പൊ ആരാ സോൾവെന്റ്? അപ്പൊ അത് ക്ലിയർ ആയി. സോൾവെന്റ് ആരാ? ഈതർ. സൊല്യൂട്ട് ആരാ? സൊല്യൂട്ട് ഏതോ ഒരു നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. ചോദ്യത്തിന്റെ മീനിങ് നോക്കാം. The vapor pressure of either at 20 degree Celsius ഇതാണ്. അപ്പൊ ഇത് ആരുടെ വേപ്പർ പ്രഷറാ? ഓൺലി ഇത് വായിച്ചിട്ട് എന്താ മനസ്സിലായി? ഇനി ഒന്നും അറിയാത്ത ആൾക്കാരെ പോലെ ഇരുന്നോട്ടാ. അത് ആരുടെ വേപ്പർ പ്രഷറാ? ഈതറിന്റെ മാത്രം. അതായത് പ്യുവർ പറയേ, പ്യുവർ സോൾവെന്റ്. അവിടെ ഒരാൾ കുറവുണ്ടല്ലോ, ആരും അധികം വന്നിട്ടില്ല അല്ലെ? പ്യുവർ സോൾവെന്റ് ആണോ? അപ്പൊ നമുക്ക് എന്ത് എഴുതാം? പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണോ തന്നെ. അപ്പൊ എന്ത് എഴുതാം? പ്യുവർ സോൾവെന്റിന്റെ സിമ്പിൾ എ ബി ഏതാ? ഉറക്കെ പറഞ്ഞേ. പ്യുവർ സോൾവെന്റ് പ്രഷർ ഏതാ? സിമ്പിൾ എ P0 A. അപ്പൊ P0 A എത്രയാ? 440 mmHg. എതിർപ്പില്ലല്ലോ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ മീനിങ് മനസ്സിലായ? എന്താ അവര് പറയണേ? The vapor pressure of either is 440 mmHg at 20 degree Celsius. അപ്പൊ അതിൽ ആര് മാത്രമേ ഉള്ളൂ? ഓൺലി ഈതർ മാത്രമേ ഉള്ളൂ. ആര് മാത്രമേ ഉള്ളൂ? ഈതർ മാത്രമേ ഉള്ളൂ. പ്യുവർ സോൾവെന്റിന്റെ വേപ്പർ പ്രഷർ ആണ് അപ്പൊ തന്നിരിക്കുന്നത്. സംശയമില്ലല്ലോ? സംശയം എന്താ? ഇനി അതിലേക്ക് എന്താ നിങ്ങൾ ചെയ്തേ? 5 ഗ്രാമോ. അതെന്താ സിമ്പിൾ പറയാൻ പറ്റുമോ? അതിന്റെ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിന്റെ വെയിറ്റ് എന്താ? ഒക്കെ പറ. WB എത്രയാ? 5 gram. WB എത്രയാ? 5 gram. Is dissolved in 100 gram of either. മക്കളെ ഈതർ ആരാ? സോൾവെന്റിന്റെ ഗ്രാം വെയിറ്റ് എന്താ? സിമ്പിൾ പറ. WA എത്രയാ? 100 gram. അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? നമ്മൾ ആഡ് ചെയ്തു ഈതറിലേക്ക് ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ എന്താ ഉണ്ടായത്? കൺഫ്യൂഷൻ ഉണ്ടാ? പ്യുവർ ആയിട്ട് നിൽക്കുമ്പോ എത്രയാ വാല്യൂ? സൊല്യൂട്ട് ആഡ് ചെയ്തപ്പോ എത്രയാ? 400. തിയറി കറക്റ്റ് അല്ലേ? When we add non-volatile solute to pure solvent, its vapor pressure decreases. അതിനെയാണ് വാല്യൂ റിഡ്യൂസ്ഡ്. അപ്പോ ഇത് ആരുടെ വേപ്പർ പ്രഷറാ? സൊല്യൂഷന്റെ, സോൾവെന്റിന്റെ, സൊല്യൂട്ടിന്റെ ആരുടെയാ? സൊല്യൂഷന്റെ. എന്താ ഉപയോഗിക്കണ്ടേ? PA എത്രയാ? 412.7 mmHg. എതിർപ്പുണ്ടാ മക്കളെ? വല്ല ബുദ്ധിമുട്ടുണ്ടാ? What is the ഒന്ന് പറയടാ? molecular mass of solute. സിമ്പിൾ MB ആണ് കാണേണ്ടത്. ഇതൊക്കെ നമുക്ക് കാണാം. പക്ഷേ ഈ ഇക്വേഷനിൽ ഉപയോഗിക്കണമെങ്കിൽ ആര് വേണം? ഒന്ന് പറയടാ. MA വേണം. വാട്ട് ഈസ് എ സോൾവെന്റ്? ഇവിടെ ആരാ സോൾവെന്റ്? ആ ഈതറിന്റെ എന്ത് വേണം? മോളിക്കുലാർ മാസ് ഉപയോഗിക്കണം. ചെയ്യാൻ പറ്റില്ലേ? MA എത്രയാ? MA പറഞ്ഞേ. MAയുടെ ഫോർമുല ഇതിനകത്ത് തന്നേക്കണേ. ഈതറിന്റെ ഫോർമുല ഇതിന് തന്നെയാണ്. എത്ര കാർബണാ? 2 4 കാർബൺ. എത്രയാ? 12 × 4. എത്ര ഹൈഡ്രജനാ? 5 × 5. അപ്പൊ 1 × 10. എത്ര ഓക്സിജനാ? ഒന്ന് പറയടാ. അത് കണ്ടിട്ട് എത്ര ഓക്സിജനെ തോന്നണേ? 1 ഓക്സിജൻ. അപ്പൊ 1 × 16.
അല്ലെ? അപ്പൊ അതെല്ലാം ചെയ്യാം. അപ്പൊ 12 × 4 എത്രയാ? 48 പ്ലസ് 10 58 പ്ലസ് 16 58 16 68 6 74. അപ്പൊ ഏത് കിട്ടി? ഒന്ന് പറയടാ മക്കളെ, ഏത് കിട്ടി? MA കിട്ടി. എന്താ കാണണ്ടേ? മോളിക്കുലർ മാസ് ഓഫ് MB. ഒരു ഡയറക്റ്റ് ചോദ്യം ചെയ്യാനാണ് കേട്ടാ. ഇക്വേഷൻ പറഞ്ഞ MB കാണാം, റിലേറ്റീവ് ലോവറിംഗ്. B × MA 1000 ഉണ്ടാ അല്ലെ? ബൈ W. അല്ല, ഈ മുകളിൽ ആരുണ്ട്? P0A ഉണ്ട്. നമ്മൾ ഇറക്കി എഴുതിയതല്ലേ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കും. പിന്നെ W A × എത്രയാ? P0A മൈനസ് PA. ഇതൊക്കെ കണ്ടിട്ട് ചെയ്യാം. അപ്പൊ WB എത്രയാ? 5. MA എത്രയാ? നമ്മൾ കണ്ടുപിടിച്ചു. എത്ര? 74. P0A എത്രയാ? ഡയറക്റ്റ് ഉണ്ട് 440. മാറ്റൊന്നും വേണ്ട, മുകളിൽ താഴെ വരെ വാല്യൂ അല്ലേ? WA എത്രയാ? 100 ആണോടാ മക്കളെ? മറ്റേ എത്രയാ? 440 എത്ര കുറയ്ക്കുക? 412.7. അതാ ചെയ്ത അത്രയും ഗ്രാം പെർ മോൾ. എന്താണ് യൂണിറ്റ് വരിക? ഗ്രാം പെർ മോൾ. ഡയറക്റ്റ് ചോദ്യമാണ് കേട്ടോ, യൂണിറ്റിലെ ചോദ്യമല്ല. 4 ചെയ്യണം. ഇപ്പൊ സമയമില്ല തോന്നുന്നു അല്ലെ? സമയം എന്തായി? 20:30 അവസാനം. ഇതിന് ഉത്തരം പറഞ്ഞു. ഇത് ടൈപ്പ് ചെയ്ത് ചെയ്യാൻ പറ്റണേ, അതാണ് കാൽക്കുലേറ്റർ കൊണ്ടുവരാൻ പറഞ്ഞത്. ചെയ്യാം നമുക്ക്. പരീക്ഷയ്ക്ക് മുൻപ് ഒരു ക്ലാസ് ഇട്ടിട്ടേ നമുക്ക് ന്യൂമറൽസ് കംപ്ലീറ്റ് ചെയ്യാം. നാളെ തൽക്കാലം ഇത് തുടങ്ങി. ഈ പാഠം കഴിഞ്ഞിട്ട് കേട്ടോ, ഒരു പാഠം കഴിഞ്ഞു. കെമിസ്ട്രി കംപ്ലീറ്റ് കഴിഞ്ഞിട്ട് എത്ര ക്ലാസ് എടുത്ത് നോക്കിയാൽ നമ്മള്? 7 ക്ലാസ് ആയാ? 7 ക്ലാസ് ആയി? 7 ആയിട്ടുണ്ടാവില്ലല്ലോ. 4 അങ്ങോട്ടല്ലേ എന്നാണ് പറഞ്ഞത്? ഇതിൽ 7 ആയ? 3 ദിവസം കഴിഞ്ഞാ 7 ക്ലാസ് എടുക്കൂല്ലേ? ഉത്തരം കിട്ടിയോ? ഇങ്ങോട്ട് പറയൂ ഉത്തരം. പോയിന്റ് എത്ര കിട്ടിയ ആൻസർ? 59.6 കിട്ടിയ? 59.6 ഗ്രാം. പറയൂ. ബാക്കി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ കണക്കുകൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് നോക്കാം. ഇനി ഇതിലെന്താ പറഞ്ഞാൽ ചെയ്യാം, തനിയെ ചെയ്യാം. 59.6 കിട്ടിയ? എത്ര കിട്ടി? കൈ പൊന്നിച്ച് ആൻമാർത്തായിട്ട് കാണോ പറയണ ഒരു വേണ്ട, അല്ലാണ്ട് ഒരു ചുവർക്കായിട്ടുള്ള ബാക്കിയുള്ളത് ചെയ്ത് നോക്ക്. കിട്ടിയിട്ടുണ്ട്. കാൽക്കുലേറ്റർ കൊണ്ടൊന്ന് ക്ലിയർ ചെയ്യുന്ന നീ ഈ സമാധാനം ആവും. അവൾക്ക് പറയാൻ സമയം കൊടുക്കുന്നില്ല. ചോദിച്ചാ പക്ഷെ ചോദിക്കണ്ടെന്ന് വെച്ചു അല്ലേ? നാളെ അടുത്ത ക്ലാസ്സിലേക്ക് പഠിക്കാണെന്ന് ചോദിക്കണം കേട്ടോ. മൊത്തം ചാപ്റ്റർ ചോദിച്ചാൽ വേണ്ട അല്ലേ? കുറച്ചായിട്ട് തന്നെ ചോദിക്കാം. അവർ കാര്യം ചെയ്യും. നാളേക്ക് പഠിക്കാമെന്ന് ചോദിക്കും.